warahmatullahi wabarakatuh. Alhamdulillah, alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കിവിടെ സംസാരിക്കേണ്ട വിഷയം മന്ത്രവാദത്തിന്റെ പേരിൽ ഹദീസ് നിഷേധമോ എന്നതിനെ സംബന്ധിച്ചാണ്. ഇത് പ്രത്യേകമായി ഇത്തരത്തിലൊരു വിഷയം സംസാരിക്കാൻ ഉണ്ടായ സാഹചര്യം ഈ അടുത്ത കാലത്തായി മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. ഒരു മുസ്ലിം സഹോദരി മന്ത്രവാദം കൊണ്ട് കൊല്ലപ്പെടുകയും അത് ഇസ്ലാമിന്റെ പേരിൽ ചാർത്തപ്പെടുകയും അതിന്റെ പേരിൽ വമ്പിച്ച വിവാദങ്ങളും കോലാഹലങ്ങളും ബഹളങ്ങളും നടക്കുകയുമുണ്ടായി. മീഡിയകളിലൂടെ നമ്മൾ ആ സംഭവം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ പേരിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാർത്തക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും സാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ചില മതസംഘടനകളും ആ വിഷയം ഏറ്റെടുക്കുകയും പല രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയത്തിൽ ഇസ്ലാമികമായ നിലപാട് എന്താണ്, പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്. മാത്രമല്ല, ചില മതസംഘടനകൾ മന്ത്രവാദത്തിനെതിരെ എന്ന പേരിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും ആ ക്യാമ്പയിനുകളിൽ അവർ എതിർക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമായ മന്ത്രവാദങ്ങളെയല്ല, മറിച്ച് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട മന്ത്രത്തെ എതിർക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഇന്നിന്റെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ മറയാക്കിക്കൊണ്ട് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട മന്ത്രത്തെ എതിർക്കുക, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസുകളെ പരിഹസിക്കുക, ഇവിടെ മന്ത്രവാദത്തിന് ഇസ്ലാം എതിരാണ്. നമ്മൾ ആരും അതിന് അംഗീകരിക്കുന്നില്ല. അത് ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെടുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, മന്ത്രവാദം എന്ന പേരിൽ നടത്തപ്പെടുന്ന ശിർക്ക്പരമായ പ്രവർത്തനങ്ങൾ
ആ രൂപത്തിലുള്ള ഒന്നിനെയും നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല, നമ്മൾ ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള മന്ത്രവാദങ്ങളെയും എതിർക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. കാരണം അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വ്യക്തമായ ചൂഷണങ്ങളാണ് അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലൈംഗികമായ ചൂഷണങ്ങളടക്കം സാമ്പത്തികമായ തട്ടിപ്പുകളും ചൂഷണങ്ങളും ഒരുതരം മാഫിയ പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള മന്ത്രവാദങ്ങളും അതിന്റെ ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമില്ല. അതോടൊപ്പം തന്നെ മതത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഇത്തരം മന്ത്രവാദങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതോടൊപ്പം ഇസ്ലാം പറഞ്ഞിട്ടുള്ള മന്ത്രം, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള മന്ത്രം അതെന്താണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഓരോരുത്തർക്കുണ്ട്. പക്ഷെ ഇന്ന് അതിനു പകരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മതസംഘടനയുടെ വക്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രവാദത്തെ എതിർക്കുന്നതിന് പകരം പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അവരെതിർക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനെയൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിനെ പരിഹസിക്കുകയും അതൊക്കെ നമുക്ക് അവരുടെ പ്രഭാഷണങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് ഇസ്ലാം അംഗീകരിച്ച മന്ത്രം, അല്ലെങ്കിൽ ഇസ്ലാം ഹറാമാക്കിയ മന്ത്രം ഏതാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വളരെ വിശാലമായൊരു വിഷയമായതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടുകളാക്കി ഈ വിഷയം പറയാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില കാര്യങ്ങൾ റുഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഏതൊക്കെ രീതിയിലാവാം, അത് എത്രത്തോളം അനുവദിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുള്ള സലഫി പണ്ഡിതന്മാർ നമുക്ക് വിശദമാക്കി തന്നിട്ടുള്ള ചില കാര്യങ്ങൾ. പിന്നീട് രണ്ടാമതായിട്ട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് അവ്യക്തതകളും നിലനിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആളുകൾ അവ്യക്തത ഉണ്ടാക്കിയത് കൊണ്ട് അവ്യക്തതകൾ നിലനിൽക്കുന്നു. ജിന്ന് ബാധിച്ച, പിശാച്ച് ബാധിച്ച ഒരു മനുഷ്യനെ അടിക്കാൻ പാടുണ്ടോ ഇല്ലേ, എന്താണ് ലറബ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ റുഖ്യ നടത്തുക, ജിന്നിനെ പുറത്താക്കുക, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം, അത് അദ്ദേഹത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് എന്നുള്ള ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. ഖുർആൻ വെള്ളത്തിൽ ഊതുകയും അത് കുടിക്കുകയും ചെയ്യുക രോഗശമനത്തിന് വേണ്ടി. അതേപോലെ തന്നെ ഖുർആനിൽ ഊതിയിട്ട് കുടിക്കുക, പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് അതിന്റെ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിക്കുക, ഒരു ജോലിയായിട്ട്, അതിനുവേണ്ടി ക്ലിനിക്കുകൾ തുറക്കുക. അപ്പൊ ഈ വിഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇസ്ലാം മന്ത്രത്തെ അനുവദിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊത്തത്തിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളെയും ഹദീസുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് പല ഇനങ്ങളാക്കി പണ്ഡിതന്മാർ തിരിച്ചു. മൊത്തത്തിൽ അവർ പറഞ്ഞു രണ്ട് തരത്തിലുള്ള റുഖ്യ മന്ത്ര ഇസ്ലാമിലുണ്ട്. രണ്ട് തരത്തിലുള്ള റുഖ്യയുണ്ട്. ഒന്ന് റുഖ്യത്തു ശർഇയ്യ, ശർഇ ആയിട്ടുള്ള മന്ത്രം. അതാണ് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മന്ത്രങ്ങളും ആ അർത്ഥത്തിൽ വരുന്ന മന്ത്രങ്ങൾ. അത് പ്രമാണം അനുവദിച്ചതാണ്, അതിനൊരിക്കലും എതിർക്കാൻ പാടില്ല. അത് പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. രണ്ടാമതൊന്നുള്ളത് റുഖ്യത്തു ശിർക്കിയ്യ, അതിൽ ശിർക്ക് ഉണ്ടാവും.
ഇന്ന് നടക്കുന്ന മന്ത്രവാദങ്ങളിൽ അധികവും ഇപ്പൊ പലരും മാരകമായ രോഗങ്ങൾ ബാധിച്ചാല്, പ്രത്യേകിച്ച് അപസ്മാരം, ഹിസ്റ്റീരിയ, ഭ്രാന്ത്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങള്, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചാല് ഇങ്ങനെയുള്ള ആളുകളെ സമീപിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ബീമാര്, തങ്ങന്മാര്, ഇങ്ങനെയുള്ള ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ മന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ പേരിലാണ് അത് നടത്തപ്പെടുന്നത്. അവര് ജിന്നിനോട് സംസാരിക്കും, ജിന്നിനെ ഹാദിറാക്കും, സിഹിറിനെ സിഹിർ കൊണ്ട് തന്നെ തടുക്കും, ഗൈബിയായ കാര്യങ്ങൾ ചോദിച്ചറിയും, ജിന്നിനോടുള്ള സഹായം തേട്ടുണ്ടാകും, ഇസ്മിന്റെ പണി ഉണ്ടാകും. അതേപോലെ തന്നെ പല മന്ത്രപ്പണികളും, ഹെപ്നോട്ടിസം, അങ്ങനെയുള്ള പിശാച്ചിനെ ഹാദിറാക്കല്, പിശാച്ചിന്റെ സഹായം തേടല്, ഇങ്ങനെയുള്ള ഇതുമായിട്ട് നടക്കുന്ന ഒരുപാട് പണികളുണ്ട്. ഇതൊക്കെ ശിർക്കിയായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇത് രണ്ടും നമ്മൾ വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേറെ ഇങ്ങനെ ഒരു കാര്യം തന്നെ പറയാൻ പാടില്ല, ഇത് മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പ്രമാണങ്ങളോട് നിരക്കുന്ന ഒരു കാര്യമല്ല. കാരണം പലരും പറയുന്ന അതാണ്, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലിട്ടാൽ അതൊക്കെ വസ്വാസം ഉണ്ടാക്കും. മാത്രമല്ല, മന്ത്രം ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മന്ത്രവാദികളുടെ അടുത്തേക്ക് പോകും. ഈ വാദങ്ങളൊന്നും സലഫിയത്തിന് നിരക്കുന്ന വാദങ്ങളല്ല. അവർ നേരെ തിരിച്ചാ പറഞ്ഞിട്ടുള്ളത്. ഈ ആളുകൾ പറഞ്ഞതിന്റെ നേരെ തിരിച്ചാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതാണ്. ഇസ്ലാമിൽ മന്ത്രം ഉണ്ട് എന്ന് പറഞ്ഞാല് ജനങ്ങൾ ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുവഹിദീങ്ങളായ ആളുകൾ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, ഭ്രാന്ത്, അപസ്മാരം പോലുള്ള രോഗങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോലും പിശാച് അവരെ കൊണ്ടെത്തിക്കും. കാരണം ഡോക്ടർമാർ അവരോട് പറയും, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അത് മുസ്ലിം പണ്ഡിതന്മാർ തന്നെ ആ കാര്യം വ്യക്താക്കിയിട്ടുണ്ട്. ഡോക്ടർമാർ മാത്രമല്ല, രണ്ടു തരം രോഗങ്ങളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം ഫത്തുൽ ബാരി ഇബ്നുൽ ഹജർ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അന്ന് സാധാരണ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങള്, അത് ഭൗതികമായിട്ടുള്ള മരുന്നുകൾ, മനുഷ്യനുണ്ടാക്കിയ മരുന്നുകൾ കഴിച്ചാൽ പക്ഷെ അത് സുഖപ്പെട്ടേക്കാം. എന്നാൽ അതല്ലാത്ത ചില രോഗങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് അർവാഹുൽ ഖബീസ, ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ. ആ രോഗങ്ങൾ ഇത്തരത്തിലുള്ള മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം അത് സുഖപ്പെടില്ല. കാരണം അതിൽ ശൈത്താനിന്റെ സ്വാധീനം ഉണ്ടാകും, ശൈത്താനിന്റെ ഉപദ്രവം അതിലുണ്ടാകും. അതിന് വേണ്ടത് ഇത്തരത്തിലുള്ള ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ശറഈ ആയിട്ടുള്ള മന്ത്രങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗം മാറണം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമായതുകൊണ്ട് തന്നെ ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് അവർ പോകും. അപ്പൊ അതുകൊണ്ട് ഏതാണ് ഷിർക്കിന്റെ മന്ത്രങ്ങള്, ഇസ്ലാം ഹറാമാക്കിയ മന്ത്രം ഏതാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഹക്കും ബാത്തിലും തിരിച്ചു കൊടുക്കുക വേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം മന്ത്രവാദത്തിന്റെ പേരിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട മന്ത്രങ്ങളെ തന്നെ എതിർക്കുക ഒരു തെറ്റായ നിലപാടാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബ് തൗഹീദ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇന്നുള്ള യൂണിവേഴ്സിറ്റികളില്, ജാമിയകളില് കാരണം അഖീദ മനസ്സിലാക്കുന്ന ആരും പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അതിന്റെ പ്രാധാന്യത്തിൽ നമുക്കാർക്കും സംശയമല്ല. ആ കിതാബ് തൗഹീദ് അദ്ദേഹം ഒരുപാട് ബാബുകൾ കൊണ്ടുവന്നിരിക്കുന്നത്, അദ്ദേഹം ഇബാദത്തിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച്, ദുആനെ കുറിച്ച്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം കൊണ്ടുവരുന്ന ചില ബാബുകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന ബാബുകളാണ്. അതിൽ അദ്ദേഹം റുഖിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിലൊരു ബാബു മാ ജാഅ ഫി റുഖ വത്തമായിം എന്നുള്ളതാണ്. അതേപോലെ മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖ വൽ ഖൈതി വനഹ്വിഹിമാ ലിറഫ്ഇൽ ബലായ വദഫ്ഇ. അതേപോലെ തന്നെ മൻ തബറക ബി ഷജറത്തിൻ വ ഹജറിൻ വനഹ്വിഹിമാ. ഇങ്ങനെയുള്ള ഒരുപാട് ബാബുകൾ അദ്ദേഹം അതിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനാണ് തൗഹീദിന്റെ ഒരു കിതാബിൽ റുഖയുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവന്നത്? എന്തിനാണ്? പണ്ഡിതന്മാർ അതിന് കൃത്യമായ വിശദീകരണം നൽകി. കാരണം ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഷിർക്കിലേക്ക് പോകും, ജനങ്ങൾ ഷിർക്ക് ചെയ്യും. കാരണം കിതാബ് തൗഹീദ് എന്നുള്ള ഗ്രന്ഥത്തിലാണ് റുഖയുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ, ഏതാണ് അനുവദിച്ചിട്ടുള്ള റുഖയ, ഏതാണ് ഹറാമാക്കിയിട്ടുള്ള റുഖയ, അത് എത്രത്തോളം ആകാം. നമുക്കറിയാം കിതാബ് തൗഹീദിന്
ലോകത്തുള്ള സലഫി പണ്ഡിതന്മാര്, അന്നും ഇന്നും ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാരൊക്കെ തന്നെ ഒരുപാട് ഷറഹുകൾ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണിത്, കിതാബ് തൗഹീദ്. അവരൊക്കെ ഇതിന്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ ഇത്തരത്തിലുള്ള അധ്യായങ്ങൾ കൊണ്ടുവന്നത്? അപ്പൊ അതിന്റെ കാരണം തന്നെയാണ്, ജനങ്ങൾ കൃത്യമായിട്ടുള്ള ഇൽമ കിട്ടിയിട്ടില്ലെങ്കിൽ, ഈ വിഷയത്തിലുള്ള ഇൽമ കിട്ടിയിട്ടില്ല എങ്കിൽ ജനങ്ങൾ ഷിർക്കിലേക്ക് പോകുന്ന, ഷിർക്ക് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് വിലക്കുകയും എന്താണ് അതിന്റെ ഹക്ക്, എന്താണ് അതിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ആലു ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ അർറുഖാ വ അഹ്കാമുഹ എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. അതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ, അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ, അദ്ദേഹം പറയുന്നത് ഇവര് പറഞ്ഞതിന് നേരെ എതിരാണ്. കാരണം ഈ മന്ത്രവാദത്തിന്റെ ഈ വിഷയം വന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. പലരും പല നിലപാടുകളാണ് സ്വീകരിച്ചത്. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളൊന്നും ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല, അതിന്റെ പിന്നാലെ നടക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നുള്ളതാണ് ഒരു കൂട്ടര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു കൂട്ടര് ഇതിനെ എതിർക്കാനെന്ന പേരിൽ സ്റ്റേജ് കെട്ടിയിട്ട് എതിർക്കുന്നത് ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളെ, അതിനെ പരിഹസിക്കാം. ഇവരാരാണെങ്കിലും ശരി, ഇവർക്ക് ഇതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. കാരണം മതപ്രബോധനം എന്നുള്ളത് അത് പ്രത്യേകമായൊരു സ്റ്റൈലിലേക്ക് മാറുകയും ചില രാഷ്ട്രീയക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ചില മതസംഘടനകൾക്ക്. ആ രാഷ്ട്രീയക്കാർ പറയുന്നതിനനുസരിച്ച് നീങ്ങാനേ ഇന്നത്തെ ചില മതസംഘടനകൾക്ക് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മന്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് അപരിഷ്കൃതമായ കാര്യങ്ങളാണ്. റുഖ്യ, അതല്ലെങ്കിൽ മന്ത്രം മന്ത്രിക്കുക, മന്ത്രിച്ചു കൊടുക്കുക, മന്ത്രിക്കാൻ ആവശ്യപ്പെടുക, ജിന്ന് കൂടുക, ജിന്ന് കയറുക, ജിന്നിനെ ഇറക്കുക, ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സമുദായത്തിലുള്ള നേതാക്കൾക്കും രാഷ്ട്രീയക്കാർക്കും അത് ദഹിക്കൂല. അത് ദഹിക്കൂല എന്നുള്ളത് മാത്രമല്ല, അവര് നമ്മളെക്കുറിച്ച് അവര് യാഥാസ്ഥികരെന്നോ അല്ലെങ്കിൽ അന്ധവിശ്വാസികളെന്നോ ഒക്കെ വിളിക്കും. അതൊന്നും ഈ മതസംഘടനയുടെ നേതാക്കൾക്ക് സഹിക്കുന്ന കാര്യമല്ല. കാരണം അവർക്ക് ചില താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. രാഷ്ട്രീയക്കാരെ സ്വീകരിക്കണം, അവരെ മുഖം നോക്കിയിട്ടേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്നുള്ളതാണ് അവരെടുത്തിട്ടുള്ള തീരുമാനം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സലഫികളുടെ നിലപാട് അത് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മതം വിഷയം പറയുന്നിടത്ത്, പ്രമാണം പറയുന്നിടത്ത് അത് ആരൊക്കെ ഇഷ്ടപ്പെടും, ആർക്കൊക്കെ അതിൽ താല്പര്യമുണ്ട്, ആരൊക്കെ നമ്മളെ വെറുക്കും, ആരൊക്കെ നമ്മുടെ പിന്നാലുണ്ടാകും, ഇതൊന്നും ഭൗതികമായ താല്പര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല നമ്മൾ മതവിഷയങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കിബാറുൽ ഉലമ, അതേപോലെ തന്നെ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ പറഞ്ഞ നിലപാടുകൾ ഓരോ വിഷയത്തിലും സ്വീകരിക്കുക എന്നുള്ളതാണ്. ആലു ഷെയ്ഖ് അതിൽ പറയുന്നത് വമൗദൂഉ റുഖാ മുഹിമ്മുൻ, ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടതല്ല എന്നല്ല പറയുന്നത്, ഈ വിഷയം മുഹിമ്മായ വിഷയമാണ്. വഹമിയത്തുഹു ളാഹിറത്തു ലികുല്ലി അഹദിൻ മിൻകും, ഓരോരുത്തർക്കും ഇതിന്റെ പ്രാധാന്യം അത് പ്രകടമായി, ഓരോരുത്തർക്കും അത് വ്യക്തമാണത്. കാരണം എന്നിട്ട് അദ്ദേഹം പറയുന്നില്ല, അന്നൽ മുസ്ലിമ യഹ്താജു ഇല റുഖിയത്തി ദായിമൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അയാൾക്ക് റുഖിയ ആവശ്യമായിട്ട് വരും. അപ്പൊ എന്തെങ്കിലും ഒരു രോഗമുള്ള സന്ദർഭത്തിൽ മാത്രമാണോ റുഖിയ ആവശ്യമായിട്ട് വരുന്നത്? അല്ല എന്നുള്ളതാണ്. ഏതൊരു സന്ദർഭത്തിലും ഏതൊരാൾക്കും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ റുഖിയ, മന്ത്രം ആവശ്യമുള്ളവനാണ്. യഹ്താജു ഇലൈഹാ ഫി തഅവീദി നഫ്സിഹി വ തഅവീദി അഹിബാബിഹി, അദ്ദേഹം പറയുന്നത് സ്വന്തത്തിന് വേണ്ടി അവന് മന്ത്രിക്കേണ്ടി വരും. അതേപോലെ തന്നെ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവൻ മന്ത്രിക്കേണ്ടി വരും. അപ്പൊ തനിക്ക് വേണ്ടി അവൻ ഇത് ചെയ്യേണ്ടി വരും. താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവനിത് ചെയ്യേണ്ടി വരും. കമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് പോലെ തന്നെ. യഖ്റഉൽ മുഅവ്വിദതൈനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വിദതൈനി, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വയൻഫുസു, ഊതാറുണ്ടായിരുന്നു. ഫി കഫിഹി ഫി യദിഹി അലൈഹി സ്വലാത്തു വസ്സലാമ, അത് ഓതും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കഫിൽ ഊതാറുണ്ടായിരുന്നു. വയംസഹു ബിഹാ റഅസഹു, അദ്ദേഹത്തിന്റെ തലയിൽ തടവും. വവജ്ഹ, അദ്ദേഹത്തിന്റെ മുഖത്തും. വമസ്തതാ മിൻ ജസദിഹി, പിന്നീട് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും. അപ്പൊ ഇതൊക്കെ റുഖ്യയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പൊ റുഖ്യയിൽ എന്ത് വരുന്നുണ്ട്? ഊതുക എന്നത് റുഖ്യയിൽ വരുന്ന സംഗതിയാണ്. ഒരൽപ്പം തുപ്പലം തെറിപ്പിച്ചിട്ട് ഉമിനീര് പാറ്റിച്ചു കൊണ്ടുള്ള ഊത്ത്, അത് റുഖ്യയുടെ ഭാഗമാണ്. ഇത് പ്രത്യേകമായി പറയാനുള്ള കാരണം എന്താ വെച്ചാല്,
ചില ആളുകൾ പറയുന്നത് റുഖിയ എന്നുള്ളത് ഒരു മന്ത്രമാണ്, കേവലം ഒരു മന്ത്രം, രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് എന്ത് റുഖിയ എന്നുള്ളത്. യഥാർത്ഥത്തിൽ അല്ല, അങ്ങനെയല്ല സംഗതി. അപ്പൊ അത് നമ്മള് വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോ ഇതൊക്കെ റുഖിയയുടെ ഭാഗമാണ്. ശരീരത്തില് തടവി കൊടുക്കുക, അതേപോലെ തന്നെ ശരീരത്തിൽ ഊതുക, ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് ഊതുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വിദത്തൈനികൾ പാരായണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ വഫീ തഅവീദി മൻ യുഹിബ്ബുൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നത് ഇദഫ്ഇൽ ബലാഇ, എന്തിന്? മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബലാഅുകളെ, പരീക്ഷണങ്ങളെ, അവനുള്ള പരീക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ ഖബ്ല വുഖൂഇഹി, അതുണ്ടാകുന്നതിന്റെ മുമ്പ്. അപ്പൊ റുഖിയ എന്നുള്ളത് രോഗമുണ്ടായാൽ മാത്രം ചൊല്ലേണ്ട സംഗതിയല്ല. ആലുഷേഖ് ഇവിടെ വിശദീകരിക്കുന്നത് ലിദഫ്ഇൽ ബലാഇ ഖബ്ല വുഖൂഇഹി, ആപത്ത് വരുന്നതിന്റെ മുമ്പേ തടുക്കാൻ എന്തിനു സാധിക്കും? റുഖിയക്ക് സാധിക്കും. ഇപ്പൊ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകളുടെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൂചിപ്പിച്ചതായിട്ട് കാണാം. എന്ത്? ആ മന്ത്രം കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അത് സംഭവിക്കുന്നതിന്റെ മുമ്പാണ്. അപ്പൊ ഭ്രാന്തുണ്ടായാലും മാത്രം ചൊല്ലാനുള്ളതല്ല റുഖിയ, അല്ലെങ്കിൽ രോഗം ബാധിക്കുമ്പോൾ മാത്രം ചൊല്ലാനുള്ളതല്ല റുഖിയ. ആ ബല, എന്ത് ബല ആണ് ആ ബല സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ അത് അവന് രക്ഷ ചോദിക്കാനാണ്. അതേപോലെ തന്നെ വലി തക്കൂന തഹ്സീനൻ, അവനതൊരു തഹ്സീനായിരിക്കണം, അവനതൊരു സംരക്ഷണമാണ്. ഹിർസൻ ലിൽ മർഇ, അതേപോലെ തന്നെ അവന് അത് പ്രതിരോധമാണ്. എന്തിന്? മിൻ തസല്ലുത്തി ഷയാത്തീൻ അലൽ അബ്ദി, ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ശൈത്താൻമാര് അവനിൽ ആധിപത്യം ഉണ്ടാക്കാനാണ് ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഏത് സന്ദർഭത്തിലും. അപ്പൊ അതിൽ നിന്നുള്ള അവന് സംരക്ഷണമാണ്, അവനുള്ള അവനുള്ള സംരക്ഷണമാണ്, അവനുള്ള പ്രതിരോധമാണ് ഏത്? റുഖിയ. അപ്പൊ ആ റുഖിയയെ കുറിച്ച് ഓരോരുത്തരും മനസ്സിലാക്കണം. അതേപോലെ തന്നെ രോഗങ്ങൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമാണ്. എന്നിട്ട് രണ്ടാമതൊരു കാര്യം പറയുന്നത് ഇതേപോലെ തന്നെ അതിന്റെ പ്രാധാന്യമാണ്. ഓരോ മുസ്ലിമും എന്താണിത് മനസ്സിലാക്കണം എന്ന് പറയാനുള്ള കാരണം അന്ന റുഖ, ഇന്നത്തെ മന്ത്രങ്ങൾ ഇഖ്തലത ഫീഹാൽ മശ്റൂബിൽ മംനൂ, രണ്ടും കൂടി കലർന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രം എന്ന് കേട്ടാൽ തന്നെ ചില ആളുകൾക്ക് ഒന്ന് ഛർദിക്കാൻ വരും, ഓക്കാനം വരും, അവർക്ക് അത് ദഹിക്കൂല, അതൊരു പുച്ഛമാണ്. മന്ത്രം എന്ന് കേട്ടാൽ തന്നെ, മന്ത്രിക്കാന്ന് കേട്ടാൽ തന്നെ, ജിന്നു കൂടും എന്ന് പറഞ്ഞാല്, ജിന്നിനെ ഇറക്കാന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു പുച്ഛ. ആലുഷേഖ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് അത് പഠിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലാതെ അത് പഠിക്കണ്ടെന്നല്ല. ഇന്ന് ഇത് രണ്ടും കൂടി കലർന്നിട്ടുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളും അതേപോലെ വിരോധിക്കപ്പെട്ട മന്ത്രങ്ങളും എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ അത് പറഞ്ഞു കൊടുക്കണം, അത് പഠിക്കണം, അത് പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇഖ്തലത ഫീഹാ റുഖാ ശർഇയ്യ ബിർറുഖാൽ ബിദഅയ്യ, അതേപോലെ തന്നെ ബിദഅയ്യ ആയിട്ടുള്ള ഒരുപാട് പുത്തൻ ഒരു കോലത്തിലും രൂപത്തിലുള്ള റുഖിയകളും ഇന്ന് ആളുകൾ നടത്തുന്നുണ്ട്. ശർഇയ്യായ റുഖിയകളുണ്ട്. ഇതൊക്കെ ഇന്ന് പരസ്പരം കൂടിക്കറന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, ഏതാണ് ഹഖ്, ഏതാണ് ബാത്തില്, ഏതാണ് ശർഇയ്യ, ഏതാണ് ശിർക്കിയ, ഏതാണ് ബിദഅയ്യ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായി ഈ വിഷയം പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, ഇന്ന് മന്ത്രവാദികളുണ്ട്, ജ്യോതിഷന്മാരുണ്ട്, അവരൊക്കെ പലതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങളിലേക്ക് ഷിർക്ക് കടന്നു വന്നത് ഇത്തരത്തിലുള്ള ആളുകൾ മുഖേനയാണ്. അവരതിനെ ഷിർക്കിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തും. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ വിഷയം അവസാനിപ്പിക്കുന്നത് വഹാദൽ മൗദൂ, അതുകൊണ്ട് തന്നെ ഈ വിഷയം മുത്തസിലും ബി തൗഹീദ് വൽ അഖീദ, ഇത് അഖീദയുമായി തൗഹീദുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമാണ്. കണ്ടോ, ഈ വിഷയത്തെയാണ് ആളുകൾ പരിഹസിക്കുന്നത്. ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അതിന്റെ പിന്നാലെ നടക്കാൻ സമയമല്ല എന്ന് പറയുന്നത്. കാരണം അതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ഇതിന്റെ സമ്മേളനം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ നവോത്ഥാനത്തിന്റെ ആളുകളായിട്ട് ലോകത്ത് ഇന്ന് അതിനുള്ള ശ്രമങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുച്ഛാണ്, പരിഹാസമാണ്. പക്ഷെ ആലുഷേഖ് പറയുന്നത് ഇത് തൗഹീദുമായി അഖീദയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമാണ്. അതാണ് നമ്മൾ നേരത്തെ കിതാബ് തൗഹീദിന് നമ്മൾ ഉദ്ധരിച്ചത്. കിതാബ് തൗഹീദിൽ അദ്ദേഹം ഈ അധ്യായങ്ങൾ കൊണ്ടുവന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഫൽ ഇൽമു ബിഹി മിനല്ലദി യംബഗി അലാ കുല്ലി മുസ്ലിമിൻ അൻ യഹ്റുസ അലൈഹി, ഓരോ മുസ്ലിമിനും ഈ വിഷയം അറിയുക, പഠിക്കുക എന്നുള്ളത്
അനുയോജ്യമാണെന്ന് മാത്രമല്ല അൻ യഹ്റുസ അലൈഹി, അവനതിന് ഹിർസ് കാണിക്കണം. എന്താ ഹിർസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഈ വിഷയം പഠിക്കാൻ പ്രത്യേക താല്പര്യം എടുക്കണം എന്നുള്ളതാ. ഈ വിഷയം പഠിക്കണ്ട എന്നുള്ളതല്ല. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസ് പറഞ്ഞിട്ട് ഇത് മൂടിയെക്കണം എന്നുള്ളതല്ല. ഇത് കൃത്യമായിട്ട് എന്താണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മന്ത്രങ്ങൾ എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാ. അതൊരു ചികിത്സാ രീതിയാണ്. അത് ഏതൊക്കെ രൂപത്തിൽ ചികിത്സ, അന്ന് മന്ത്രം എന്നുള്ളത് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്നൊക്കെ പറയുന്നത് പോലും ഈ ആളുകൾക്ക് താല്പര്യമല്ല. ഇത് ഒരു ചികിത്സാ രീതിയാണ്. യഥാർത്ഥത്തിൽ ചികിത്സ എന്ന് പ്രയോഗിക്കുന്നത് പോലും തെറ്റാണ് എന്നാണ് ഈ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല, ഒരു സലഫിയത്തിന്റെ നിലപാടല്ല. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഹിർസ് കാണിക്കണം, താല്പര്യം കാണിക്കണം, പ്രത്യേക താല്പര്യം എടുക്കണം ഈ വിഷയം പഠിക്കാൻ. ഈ വിഷയത്തിൽ എന്താണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് എന്നറിയാനും ഈ വിഷയം പഠിക്കാനും പ്രത്യേകം താല്പര്യം എടുത്തിട്ട് ഈ വിഷയം പഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ആലു ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം. അപ്പോ ഇതാണ് ഇത് സംബന്ധമായിട്ട് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാരെങ്കിലും പറയാൻ പാടില്ല, ഇതൊന്നും ഉദ്ധരിക്കാൻ പാടില്ല, അത് പറഞ്ഞാൽ ജനങ്ങൾ ശിർക്കിലേക്ക് പോകും എന്നുള്ള വാദങ്ങളൊന്നും തന്നെ നമുക്ക് സ്വീകാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക, സലഫിയത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇഷ്ടമുള്ള ആളുകൾക്ക് അത് സ്വീകരിക്കാം, അതല്ലാത്ത ആളുകൾക്ക് അത് തള്ളിക്കളയാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട്. അപ്പോ എന്താണ് റുഖ്യ? നമ്മൾ നേരത്തെ പറഞ്ഞു വെറുമൊരു പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ റുഖ്യ എന്താണ് എന്നുള്ളതിന് ഭാഷാപരമായും അതിനെ ഇസ്തിലാഹിയായിട്ടും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതില് ഒരു വിശദീകരണം അസ്ഹരി അദ്ദേഹത്തിന്റെ തഹദീബുൽ ലുആ എന്ന ഗ്രന്ഥത്തില് പറഞ്ഞത് റഖ യർഖി, അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ എന്ത് വരുന്നു? ഇദാ അവദ വനഫസ, ഊതുക, അതേപോലെ തന്നെ രക്ഷ ചോദിക്കുക എന്നതാണ് അതിന്റെ അർത്ഥമായിട്ട് കൊടുത്തത്. അവദ, അതേപോലെ നഫസ. അപ്പൊ കേവലം ഒരു പ്രാർത്ഥന എന്നുള്ള അർത്ഥത്തിലല്ല എന്നർത്ഥം. പ്രാർത്ഥനയുടെ ഒരു ഇനമാണ് എന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരത് പറയുന്നത് എന്തിനാ വെച്ചാൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ നിഷേധിക്കാനാണ്. ഇത് ചികിത്സയാണെന്ന് പറയില്ല, ഇത് നബിന്റെ മാത്രം മുഅ്ജിസത്താണെന്നുള്ളത് പറയും, ഇതൊരു പ്രാർത്ഥന മാത്രമാണെന്നുള്ളത് പറയും, ഒക്കെയാണ് ഇവർ പറയാറുള്ളത്. പക്ഷെ റഖ അല്ലെങ്കിൽ റുഖ്യ എന്നതിന് അതിന്റെ അർത്ഥം വിശദീകരിച്ച ഭാഷാപരമായ അതല്ലെങ്കിൽ പിന്നെ അതിനെ ഇസ്തിലാഹിയായിട്ട് വിശദീകരിച്ച പണ്ഡിതന്മാർ അതിന്റെ അർത്ഥത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് എന്താ? അത് രക്ഷ ചോദിക്കലാണ്. നഫസ എന്താണ്? ഊതലാണ്. അത് ഊതല് വരുന്നുണ്ട്. ഇബ്നുൽ അസിർ അദ്ദേഹം ആധികാരികമായ വ്യാഖ്യാതാവാണ് ഈ വിഷയത്തിൽ. അദ്ദേഹം ഇതിനെ വിശദീകരിച്ചത് എന്താണ് റുഖ്യ? അദ്ദേഹം പറയുന്നത് അർ റുഖ്യ അൽ ഊദതു അല്ലതി യുർഖാ ബിഹാ സാഹിബുൽ ആഫതി, അപകടം ബാധിച്ച ഒരാൾ മന്ത്രിക്കുന്ന രക്ഷാമന്ത്രമാണ് റുഖ്യ എന്നുള്ളത്. അതിന്റെ നിർവചനം തന്നെ ഇങ്ങനെയാണ് കാണുന്നത്. എന്ത്? ആപത്ത് ബാധിച്ച ഒരു മനുഷ്യൻ, വിപത്ത് ബാധിച്ച, രോഗം ബാധിച്ച ഒരു മനുഷ്യൻ മന്ത്രിക്കുന്നതായ രക്ഷാമന്ത്രമാണ് റുഖ്യ. കൽഹുമ്മ, പനി പോലെ, വസ്വർ, പിശാച്ച് ബാധ, ഭ്രാന്ത്, വഗൈരി ദാലിക മിനൽ ആഫാത്ത്. അപ്പൊ അദ്ദേഹം ഉദാഹരണം, അതിന്റെ നിർവചനത്തിൽ തന്നെ അദ്ദേഹം ഉദാഹരണം കൊണ്ടുവരുന്നത് പിശാച്ച് ബാധ, അതേപോലെ തന്നെ പനി, ഇതേപോലുള്ള അപകടങ്ങള്, രോഗങ്ങള്, വിപത്തുകൾക്ക് ഒരു മനുഷ്യൻ ചൊല്ലുന്ന, അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ചൊല്ലുന്ന മന്ത്രമാണ്, രക്ഷാമന്ത്രമാണ് എന്ത്? റുഖ്യ എന്നാണ് അതിന്റെ നിർവചനത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഫത്ഹുൽ ബാരിയില് ഇബ്നു ഹജർ പറഞ്ഞത് അർ റുഖ്യത്തു കലാമുൻ യുസ്തശ്ഫാ ബിഹി മിൻ കുല്ലി ആരിലൻ, എല്ലാവിധ രോഗങ്ങള്, അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങള്, അതിൽ നിന്നൊക്കെ ഒരു മനുഷ്യന് ശമനം കൊടുക്കുന്ന, ശിഫ കൊടുക്കുന്ന ഒന്നാണ് റുഖ്യ. ഇങ്ങനെ ഏതാണ്ട് പല നിർവചനങ്ങളും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ നിർവചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തല്ല, സാധാരണ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പല പ്രാർത്ഥനകളുണ്ട്. ആ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയല്ല, പിന്നെ ഈ രൂപത്തിലുള്ള പല കാര്യങ്ങളും അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ നിർവചനത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. അപ്പൊ ഇതാണ്
റഖാ, ഇർഖി, റുഖിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിൽ ആ മന്ത്രത്തില് തടവല് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഉമിനീര് തെറിപ്പിച്ചുകൊണ്ടുള്ള ഊതല് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് എന്നുള്ളത് ഈ നിർവചനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി റുഖിയ അനുവദിച്ച പണ്ഡിതന്മാർ അതിന് ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യമാണെങ്കിലും പണ്ഡിതന്മാർ അതിന് ഷർത്തുകൾ വെക്കും. എന്തിന്? ആ വിഷയത്തിൽ അതിൽ തിന്മകൾ കടന്നു വരാതിരിക്കാൻ അതിന് പണ്ഡിതന്മാർ ഷർത്തുകൾ വെക്കാറുണ്ട്. അപ്പൊ ഈ റുഖിയ വിശദീകരിച്ച പണ്ഡിതന്മാരും അതിന് ഷർത്തുകൾ പറഞ്ഞു. ഈ ഷർത്തുകൾ പാലിക്കപ്പെട്ടെങ്കിലേ അത് അനുവദനീയമാവുകയുള്ളൂ. ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവര് ഇതിന് ഷർത്തുകൾ പറഞ്ഞു. അതിലൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, സലഫുകളായ ആളുകളൊക്കെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഹാഫിൽ ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്, ഖദ് അജ്മഅൽ ഉലമാഉ അലാ ജവാസി റുഖാ ഇൻദ ഇജ്തിമായി സലാസത്തി ഷുറൂത്തിൻ, 3 ഷുറൂത്തുകള് യോജിച്ചു വന്നാൽ മന്ത്രം അനുവദനീയമാണ് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. അപ്പൊ അതിൽ ഇജ്മാ ഉണ്ട് എന്നുള്ളതാണ്. അത് പഠിപ്പിക്കണ്ടേ എന്നുള്ളതല്ല. മന്ത്രം അനുവദനീയമാണ് എന്നതിൽ ഇജ്മാ ഉണ്ട്. എങ്ങനെ? 3 ഷുറൂത്തുകൾ ഉണ്ടാവണം. 3 ഷുറൂത്തുകൾ ഉണ്ടെങ്കിൽ, ഇത് ഇബ്നു ഹജർ പറഞ്ഞതാണ്. ഇബ്നു ഹജർ മാത്രമല്ല, പലരും ഈ നിബന്ധനകൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫലഖിന്റെ ഒക്കെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം മന്ത്രത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. മന്ത്രം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതത്തിൽ ചികിത്സ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന്, അൻ യകൂന ബി കലാമില്ലാഹി തആല ഔ ബി അസ്മാഇഹി വ സിഫാതിഹി. ഇതാണ് ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞത്. അപ്പൊ ഈ ഷർത്തുകൾ പാലിക്കപ്പെടണം. ഒന്ന്, മന്ത്രിക്കേണ്ടത് മന്ത്രമായിരിക്കണം. അൻ യകൂന ബി കലാമില്ല, അള്ളാഹുവിന്റെ കലാം കൊണ്ടായിരിക്കണം. ഔ ബി അസ്മാഇഹി വ സിഫാതി, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ സിഫാത്തുകൾ കൊണ്ടുമായിരിക്കണം. അതല്ലാത്തത് പാടില്ല. അതേപോലെ വബി ലിസാനിൽ അറബി, അറബി ഭാഷയിലായിരിക്കണം. മന്ത്രം അറബിയിലായിരിക്കണം. ഔ ബിമാ യുഅറഫു മഅനാഹു മിൻ ഗൈരിഹി, ഇനി അറബി അല്ലെങ്കിലും അതിന്റെ അർത്ഥം ഒരാൾക്ക് തിരിയണം. അത് വളരെ വിശദമായിട്ട് പണ്ഡിതന്മാർ അത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിലത് കൂടി നമ്മൾ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അറബി ഭാഷയിലായിരിക്കണം. ഇനി അറബി ഭാഷയിലല്ലെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം തിരിയണം. 3, وأن يعتقد أن الرقية لا تؤث بذاتها بل بذات الله تعالى. മന്ത്രത്തിന് സ്വന്തം നിലക്ക് രോഗം സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ പാടില്ല. എന്റെ ആ മന്ത്രത്തിന് കഴിവുണ്ട്, മന്ത്രത്തിന്റെ പവർ കൊണ്ടാണ് രോഗം സുഖപ്പെട്ടത് എന്നുള്ളത് വിശ്വസിക്കരുത്. അത് പ്രത്യേകമായൊരു ഷർത്തായിട്ട് പറയാനുള്ള കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാ. ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്ന ആ മന്ത്രം എന്ത് ചെയ്യും? അവർക്ക് ഉപകാരം ചെയ്യും, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത് ആ മന്ത്രത്തിന്റെ ശക്തിയാണ്. അങ്ങനെ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പ്രത്യേകമായി ഇങ്ങനെ ഷർത്ത് വെക്കാൻ കാരണം. മന്ത്രത്തിന് സ്വന്തം നിലക്ക് ഒന്നുമില്ല. ആ മന്ത്രം എന്നുള്ളത് ഒരു കാരണമാണ്, ഒരു കാരണമായി അള്ളാഹു നിശ്ചയിച്ചു. അപ്പൊ അതാണ് മൂന്നാമതായിട്ട് പറഞ്ഞ ഷർത്ത്. ഈ 3 ഷർത്തുകൾ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടും സിഫാത്തുകൾ കൊണ്ടും കലാമു കൊണ്ടുമായിരിക്കണം, അറബി ഭാഷയിലായിരിക്കണം, അല്ലെങ്കിൽ അർത്ഥം തിരിയണം, മന്ത്രത്തിന് സ്വന്തം നിലക്ക് രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള ശക്തി ഇല്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ രോഗം സുഖപ്പെടുന്നു എന്നുള്ളത് വിശ്വസിക്കണം. ഈ 3 ഷർത്തുകള് ഇബ്നു ഹജർ എണ്ണി പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നുൽ അസീർ, മാസിരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതില് ഖത്താബി പറഞ്ഞത്, ഫഅമ്മ റുഖാൽ മനഹി ഹുവ മാ കാന മിൻഹാ ബിഗൈരി ലിസാനിൽ അറബി. എന്തുകൊണ്ടാണ് അറബി അല്ലാത്ത ഭാഷയിൽ മന്ത്രിക്കുന്നതിനെ വിരോധിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം തിരിയണമെന്ന് പറയാനുള്ള കാരണം? ഫലാ യദ്രി മാ ഹുവ, കാരണം എന്താണ് റാഖി ചെല്ലുന്നത് എന്ന് ഇയാൾക്കറിയില്ല. വലഅല്ലഹു ഖദ് യദ്ഖുലുഹു സിഹ്റൻ ഔ കുഫ്റൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ സിഹ്ർ, കുഫ്ർ അതുണ്ടായേക്കാം. അതേപോലെ തന്നെ
വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞ എന്താ വെച്ചാല് ജിന്നിനോടുള്ള സഹായം തേട്ടം, അതേപോലെ തന്നെ അവരെ പ്രീതിപ്പെടുത്തുക. ചില ആളുകൾ എന്ത് ചെയ്യും, റുഖ്യ നടത്തുമ്പോൾ നമുക്കൊന്നും തിരിയില്ല, അവരെന്തൊക്കെ കുറെ മന്ത്രവിദ്യകൾ ഉരുവിടും. അതേപോലെ തന്നെ അറബി അക്ഷരങ്ങളൊക്കെ തിരിച്ചിട്ടിട്ട് അത് പറയും, അത് എഴുതും, അത് വായിക്കും. അങ്ങനെ പല രീതികളും സ്വീകരിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകമായ രീതിയിലുള്ള സംസാരങ്ങള്, ജിന്നിനെ ഹാലിറാക്കല്, ശൈത്താനോട് ചോദിക്കല്, അങ്ങനെ പലതും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേക നിബന്ധനയായിട്ട് എടുത്ത് പറയുന്നത്. ഇതൊക്കെയാണ് മന്ത്രവാദം. എന്നിട്ട് ആ മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇസ്ലാമിലുള്ള മന്ത്രവാദത്തെ എതിർക്കുക. എന്നിട്ട് ഞങ്ങൾ സലഫികളാണെന്നുള്ള പോസ്റ്റർ ഒട്ടിച്ചിട്ട് നടക്കുക. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. സലഫികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആരാ? പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാല് എല്ലാ ഹൈറും കുല്ലു ഖൈരിൻ ഫീ ഇത്തിബാഇ മൻ സലഫ്, എല്ലാ ഹൈറുള്ളത് നമ്മുടെ പൂർവികരുടെ മുൻഗാമികളെ പിൻപറ്റുന്നതിലാണ് എല്ലാ നന്മയുള്ളത്. വകുല്ലു, അതേപോലെ തന്നെ എല്ലാ ഷർറും ഈ പിൻഗാമികൾ ഉണ്ടാക്കിയ പുതിയ പുതിയ സംസാരങ്ങളും കാര്യങ്ങളുമാണ്. അതാണ് ഷർറ്, അതെല്ലാം ഷർറാണ്. നമ്മൾ മുൻഗാമികളിലേക്ക് തിരിച്ചു പോയാൽ മതി, പണ്ഡിതന്മാരിലേക്ക് തിരിച്ചു പോയാൽ മതി. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇപ്പൊ റുഖിയ നടത്തിയിട്ട് പൈസ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ പൈസ വാങ്ങാന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ചിലപ്പോ രമേശ് ചെന്നിത്തല അടുത്ത മീറ്റിങ്ങിന് വരില്ല എന്ന് വരണ്ട, അതാണോ പ്രശ്നം? നമുക്ക് ഇതൊക്കെ പറയാനുള്ള തടസ്സം അതാണോ? നമുക്കുള്ള കാര്യം നമ്മള് എന്താണ്? അള്ളാന്റെ പ്രീതിയാണ്, നാളെ പരലോകമാണ് ഈ മത ദഅവത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രമാണങ്ങളിൽ ഉള്ളത് നമ്മൾ തുറന്നു പറയുന്നതിന് എന്താ നമുക്ക് തടസ്സം? അതിനെന്തിനാണ് അബൂ ഹുറൈറയുടെ ഹദീസ് കൊണ്ടിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തില് ഒരാൾ പ്രവേശിച്ചു, ഹദീസ്. എന്നിട്ട് ആ ഹദീസ് ധരിച്ചിട്ട് പറയാണ് ഇതൊന്നും മിണ്ടാൻ പാടില്ല, ഇതൊന്നും ജനങ്ങളോട് പറയാൻ പാടില്ല. അപ്പൊ അതിന്റെ ഒന്നും ഒരു കാര്യമല്ല. അപ്പോ ഈ രൂപത്തിലാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഈ നിബന്ധനകൾ അതിൽ ശിർക്ക് വരാതിരിക്കാൻ, അതേപോലെ തന്നെ ബിദ്അത്തുകൾ വരാതിരിക്കാൻ, ആ രൂപത്തിലുള്ള ഇസ്ലാം വിരോധിച്ച ഹറാമാക്കിയ കാര്യങ്ങൾ വരാതിരിക്കാനാണ്. അതിന്റെ അർത്ഥം അറിയണം, അത് അള്ളാഹുവിന്റെ കലാമ് കൊണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാര് ശുറൂത്തുകളായിട്ട് നിശ്ചയിക്കാനുള്ള കാരണം അതാണ്. അങ്ങനെ വരുമ്പോ ഈ ശുറൂത്തുകൾ അനുസരിച്ചിട്ടുള്ള റുഖ്യ അതെന്താണ്? അത് ശർഈയായ റുഖ്യകളാണ്. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള, നമുക്ക് രോഗം വന്നാലും അല്ലാത്ത സന്ദർഭങ്ങളിലും നമുക്ക് ചെല്ലാവുന്ന മന്ത്രങ്ങളാണ്. ഈ പറഞ്ഞിട്ടുള്ള ഷർത്തുകൾ ഇല്ല എങ്കിൽ നമുക്ക് എന്തായിത്തീരും? ആ രൂപത്തിലുള്ള മന്ത്രങ്ങൾ നമുക്ക് ഹറാമായി തീരും. ആ മന്ത്രത്തെയാണ് നമ്മൾ എതിർത്തിട്ടുള്ളത്. ആ മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ നമുക്ക് സംഭവിച്ച ഒരു അബദ്ധം എന്താ വെച്ചാല് പലതും നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചപ്പോ നമ്മൾ കാര്യമായിട്ട് കേരളത്തിൽ പറയാം അസ്മാ വസിഫാത്ത്. ആ വിഷയത്തിൽ ഇന്നും പല ആളുകൾക്കും പല അബദ്ധങ്ങളും സംഭവിക്കുന്നുണ്ട്. പലരും ആ വിഷയം ഇന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ല, അസ്മാ വസിഫത്തിന്റെ വിഷയം. എന്തുകൊണ്ട്? നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഊന്നിയിരുന്നത് ഉലൂഹിയത്തിലുള്ള തൗഹീദായിരുന്നു. ജാറം, അതേപോലെ തന്നെ ദർഗകള്, ശിർക്കുപരമായിട്ടുള്ള ഖബറാളികളോടുള്ള പ്രാർത്ഥന. അപ്പോ അവിടെ ചില പ്രയാസങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസങ്ങളായിരുന്നു. എന്ത് ചെയ്താലും എന്ത് കാട്ടിയാലും എല്ലാം അന്ധവിശ്വാസങ്ങളായിരുന്നു. അങ്ങനെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിത് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതിനൊക്കെ നമ്മൾ എതിർത്തു. അതില്ല, ഇതില്ല, മറ്റതില്ല, മറിച്ചതില്ല എന്ന് പറഞ്ഞപ്പോ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും തുറന്നു പറയാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോ ഇനിയിപ്പോ അത് പറഞ്ഞാൽ എന്താകുമെന്നുള്ളതാ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ പറയുമ്പോ ഇവര് പറയുന്നത് എന്താ? അന്ധവിശ്വാസങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, യാഥാസ്ഥികതയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് നമ്മൾ പറയാന്നുള്ളതാണ്. അപ്പോ ഈ 3 ശുറൂത്തുകളോടുകൂടി ഇത് അനുവദിച്ചു. ഇനി മാത്രല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, രോഗം അത് ബാധ കൂടിയ ആൾക്ക് മാത്രമല്ല റുഖിയ നടത്തേണ്ടത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നിട്ട് റുഖിയനെ എതിർക്കുക. ഒരാൾക്ക് ബാധയൊന്നുമില്ല എങ്കിലേ അയാൾക്ക് റുഖിയ ചെയ്യേണ്ടെന്നാണോ? ഇതൊക്കെ തീർത്തും തെറ്റായ ധാരണകളാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും, അയാൾ ആരോഗ്യമുള്ള അവസ്ഥയിലും അതല്ലാത്ത സന്ദർഭത്തിലും ഒക്കെ റുഖിയ നടത്തണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ഹദീസുകളിൽ കാണും ചെയ്യാം. അതോടൊപ്പം ചില രോഗങ്ങൾ ഈ റുഖിയ നടത്തിയാൽ ചില രോഗങ്ങൾ അങ്ങനെ തന്നെ ശിഫ ആവുകയും ചെയ്യും. ഈ മന്ത്രങ്ങൾ കൊണ്ട് തന്നെ അത് ശിഫയാവും. ഈ മന്ത്രങ്ങൾ കൊണ്ടല്ലാതെ ശിഫയാകാത്ത രോഗങ്ങളും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പല രോഗങ്ങളും അത് പൈശാചികമാണ്. ആ രോഗങ്ങൾ
ആ രോഗങ്ങൾക്ക് റുഖിയ നിർബന്ധമാണ്. അതിൻ്റെതായ ചികിത്സകൾ തന്നെ നടത്തണം, മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില ഹദീസുകൾ. അന്ന് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, അതിൽ പറഞ്ഞത് മൊത്തത്തിൽ ശിർക്കില്ലാത്ത മന്ത്രങ്ങളൊക്കെ അനുവദിച്ചു എന്നുള്ളതാണ് ആ ഹദീസിലുള്ളത്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, നിവേദനം ചെയ്യുന്ന, മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറയുന്നത്, കുന്നാ നഖി ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ തറാ ഫീ ദാലിക, അതിനെ സംബന്ധിച്ച്. അപ്പൊ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മന്ത്രിച്ചിരുന്നു, അങ്ങനെ അവർ മുസ്ലിങ്ങളായി. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല, പ്രവാചകൻ അവരോട് ചോദിച്ചു, ഈ അരിലു അലയ്യ റുഖാക്കും, നിങ്ങളുടെ മന്ത്രം നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം. മന്ത്രം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അത് കാണിച്ചു കൊടുത്തു. പ്രവാചകൻ പറഞ്ഞു, ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ശിർകുൻ, റുഖിയ ചെയ്യുന്നതിനൊരു തടസ്സമല്ല അതിലെന്തില്ലെങ്കിൽ ഷിർക്ക് ഇല്ലെങ്കിൽ. അതാണ് നേരത്തെ പറഞ്ഞത്, ശുറൂത്തുകൾ പാലിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഷിർക്കില്ലാത്ത മന്ത്രം അനുവദിച്ചിരിക്കുന്നു. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഷിർക്കില്ലാത്ത മന്ത്രം അത് അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ ഈ വിഷയ സംബന്ധമായി വന്നിട്ടുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു, പ്രവാചകൻ മന്ത്രിച്ചു എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരോട് മന്ത്രിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം മന്ത്രിച്ചിട്ടുണ്ട്, മറ്റുള്ളവരോട് മന്ത്രിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് മന്ത്രിച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ രോഗങ്ങൾ സുഖപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഹദീസുകൾ വന്നിട്ടുള്ളതാണ്. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നിവേദനത്തിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദശ്തക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല രോഗവും വല്ല പ്രയാസവും ബാധിച്ചാൽ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? മുഅവ്വിദാത്തുകൾ ഓതും. നേരത്തെ പറഞ്ഞത് രണ്ടെണ്ണമാണ്, മുഅവ്വിദത്തൈനിയാണ്. ഇതിൽ പറഞ്ഞത് മുഅവ്വിദാത്തുകൾ, ഇഖ്ലാസും ഫലഖും നാസും ഓതും. വയൻഫുസു, അത് ഓതും എന്ന് മാത്രമല്ല, എന്നിട്ട് അത് ഓതിയിട്ട് ഊതും. നഫസ അൻഫസു, ഊതും. ഫലമ്മഷ്തദ്ദ വജഉഹു കുന്തു അഖ്റഉ അലൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പതിവായി ചെയ്യാറുണ്ട്. അത് രോഗം ഉണ്ടായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതെന്തെങ്കിലും രോഗം വന്നാൽ മാത്രമല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദശ്തക, ഇത് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലല്ല, ഇദശ്തക എന്നാണ്. എന്തെങ്കിലും ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ മുഅവ്വിദാത്തുകൾ ഓതും, എന്നിട്ട് ഊതാറുണ്ടായിരുന്നു ശരീരത്തിലൂടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന ആ രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ചു. ആ രോഗം കഠിനമായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കുൻതു അഖ്റഉ അലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഓതി കൊടുക്കും. കാരണം അത് ഓതുന്നതിന് പോലും നബിക്ക് പ്രയാസമായി. അപ്പൊ എന്ത് ചെയ്യും? അഖ്റഉ അലൈഹി, ഞാൻ അത് ഓതി കൊടുക്കുന്നു. വംസഹു, എന്നിട്ട് ഞാൻ തടവി കൊടുക്കുന്നു. അപ്പൊ തടവ എന്നുള്ളതും റുഖിയന്റെ ഭാഗമാണ്. വംസഹു, ഞാൻ തടവി കൊടുക്കുന്നു. ബിയദി, നബിന്റെ കൈകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനത് ഓതിയിട്ട് ഊതി കൊടുത്തിട്ട് എന്റെ കൈകൊണ്ട് തടവി കൊടുക്കുന്നതിന് പകരം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് തന്നെ അങ്ങനെ തടവി കൊടുക്കും. എന്തിന്? റജാ ബറക്കത്തിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈന് അതിൻ്റെതായ ബർക്കത്ത് ഉണ്ടല്ലോ, ആ ബർക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ശരീരം തടവി കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി മന്ത്രിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചു കൊടുത്തു, ശരീരം തടവി കൊടുത്തു. ഇത് ഹദീസ് ബുഖാരി, മുസ്ലിം. ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ഇവര് എതിർക്കാണ്. ഇതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ അവർക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. മന്ത്രിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറയും, ഇന്ന അബാക്കുമ കാനു യുഅവ്വിദു ബിഹാ ഇസ്മാഈല വൈസാക, ഈ മന്ത്രം കൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വാപ്പ, പിതാവ്, അവരുടെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും മന്ത്രിച്ചിരുന്നു. എന്നിട്ട് അഊദു ബി കലിമാത്തില്ലാഹി താമ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ, ഇത് ഓതിയിട്ട് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്. ഇതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ചില ഗോത്രത്തിലെ ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അംർ ഇബ്നു ഹസം ഗോത്രത്തിലെ ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം ചോദിച്ചു. എന്താണ്? ആ ഹദീസിൽ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റുഖാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തെ വിരോധിച്ചു. മന്ത്രം ആദ്യം വിലക്കപ്പെട്ടിരുന്നു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് പ്രാർത്ഥനയും മന്ത്രവും ഒന്നാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള നല്ലൊരു മറുപടിയാണ്. രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടുണ്ടോ? ഹറാമാക്കിയിട്ടില്ല, ഒരിക്കലും ഹറാമാക്കിയിട്ടില്ല. പക്ഷേ മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിൽ അത് വിലക്കിയിരുന്നു, ഹറാമാക്കിയിരുന്നു. അത് വ്യക്തമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശദീകരിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ. ഏത് ഇതൊക്കെ ഒന്നെന്നെയാണ് എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഈ ഹദീസിലുള്ള എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രം വിരോധിച്ചു, അത് ഹറാമാക്കി. ദുആ വിരോധിച്ചിട്ടുണ്ടോ? വകാന ഇൻദ ആലി അംർ ഇബ്നു ഹസം റുഖിയ യർഖൂന ബിഹാ മിനൽ അഖ്റബി. അംർ ഇബ്നു ഹസം അവര് മന്ത്രിച്ചു കൊടുത്തിരുന്ന ആൾക്കാരായിരുന്നു. എന്തിന്? അവര് മന്ത്രിച്ചിരുന്നത് അഖ്റബ്, തേള് കുത്തിയാല് അതിൽ പ്രത്യേകമായൊരു ഇത് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ചില ആളുകൾക്ക് ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ അല്ല, എല്ലാവർക്കും മന്ത്രിക്കാം. എന്നാൽ ചില ആളുകൾക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അപ്പൊ ഇവര് അത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ ഇതിൽ കണ്ടാവും ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന ഒരു എന്താ വെച്ചാൽ അഖ്റബ്, തേളിന് മന്ത്രിക്കുന്നവരായിരുന്നു ഇവര്, തേളിന് മന്ത്രിക്കുന്നവരായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രം ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർക്ക് എത്തി. ഫാത്തവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് വഖാല, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നക നഹൈതാനിർ റുഖാ, താങ്കൾ മന്ത്രത്തെ വിരോധിച്ചിരിക്കുന്നല്ലോ. വകാനത് ഇൻദനാ റുഖിയത്തുൻ നർഖി ബിഹാ മിനൽ അഖ്റബി, ഞങ്ങളുടെ അടുത്തൊരു മന്ത്രമുണ്ട്, തേള് കുത്തിയാൽ ഞങ്ങൾ അതുകൊണ്ട് മന്ത്രിക്കാറുണ്ട്. എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇൽഹാ അലയ്യ ഫഅറളഹ, അവരോട് ആ മന്ത്രം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അവരാ മന്ത്രം കാണിച്ചു കൊടുത്തു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അറാ ബഅസ, പ്രശ്നമില്ലല്ലോ. മനിസ്തതഅ മിൻകും അൻ യൻഫഅഹു ഫലയൻഫഅഹു, ഇതിലെന്താ പറഞ്ഞ്? ഒരു പൊതു തത്വമാണ്. മന്ത്രിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞ്. മന്ത്രം ഖുറാഫത്താണെന്നല്ല പറഞ്ഞ്. ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞത് ശിർക്കില്ലാത്ത മന്ത്രങ്ങളൊക്കെ അനുവദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചു കൊടുത്തു. ഈ ഹദീസിലുള്ളത് എന്താ? നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം. മന്ത്രിച്ചു കൊടുക്കണം എന്നല്ല, ഈ ഹദീസിന്റെ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചോ. മനിസ്തതഅ മിൻകും, നിങ്ങളിൽ ആർക്ക് സാധിക്കുന്നുവോ, അൻ യൻഫഅ അഖാഹു, സ്വന്തം സഹോദരന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ. അപ്പൊ ഇതൊരു ഉപകാരം ചെയ്തു കൊടുക്കല. അതിനാണ് ഖുറാഫാത്ത് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത്. ഒരാള് മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക എന്നുള്ളത് ഉപകാരം ചെയ്തു കൊടുക്കല. അങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ ആ മന്ത്രം, നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന മന്ത്രം, അത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന വലിയ ഉപകാരമാണ്. ഫലയൻഫഅഹു, നിങ്ങളിൽ ആർക്കാണോ ഈ ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് അവൻ ആ ഉപകാരം ചെയ്തു കൊടുക്കട്ടെ എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഹദീസിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചു? അതൊരു ഉപകാരം ചെയ്തു കൊടുക്കലാണ് ഒരാൾക്ക്. നമ്മൾ എന്തെല്ലാം ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുക. ഒരാൾ രോഗമായിട്ട് കിടക്കാണ്, അയാൾക്ക് മന്ത്രിച്ചു കൊടുക്കുക, അതൊരു നമ്മളൊരു ഉപകാരം ചെയ്ത. അയാൾക്ക് വേറെ വല്ല വിഷമങ്ങളും ഉണ്ട്, നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുക, അത് അയാൾക്ക് ചെയ്യുന്ന ഉപകാരമാണ്. അങ്ങനെ നിങ്ങളിൽ ആർക്ക് സാധിക്കുന്നുവോ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ. ഇത് മാത്രമല്ല, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായിട്ട് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹാ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ അടുത്തേക്ക് വന്നു? വീട്ടിലേക്ക് വന്നു. വംറഅത്തുൻ തുആലിജുഹാ ഔ തർഖീഹാ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീ അവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് തുആലിജുഹാ, ഇലാജ്, ചികിത്സ. ചില ആളുകൾ പരിഹസിക്കുകയാണ്, ഖുർആൻ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട്. ചികിത്സ എന്നാണ് പ്രയോഗിച്ചത് ഹദീസിൽ. അല്ലാഹു റസൂലിന്റെ ഹദീസിനെയാണ് അവർ കളിയാക്കണം, അവരെ പരിഹസിക്കണം.
ഈ ഹദീസിലുള്ളതാണ്. ഈ സ്ത്രീ അവരെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ചികിത്സിക്കുകയായിരുന്നു, ഔ തർഖീഹ, അല്ലെങ്കിൽ മന്ത്രിക്കുകയായിരുന്നു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആലിജീഹ, നീ അവരെ ചികിത്സിച്ചു കൊടുക്കുക, ബി കിതാബില്ല, എന്തുകൊണ്ട്? അള്ളാന്റെ ഗ്രന്ഥം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് നീ അവരെ ചികിത്സിച്ചു കൊടുക്കുക. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ അറിയോ? ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് എന്താ, ഇത് ഖുറാഫാത്താണെന്ന് പറയല്ല ചെയ്തത്, അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞതിനെ എതിർക്കല്ല ചെയ്തത്, ജനങ്ങളോട് പറയരുത് എന്നല്ല പറഞ്ഞത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, വഫിൽ ഹദീസി, ഈ ഹദീസിൽ തെളിവുണ്ട്, മശ്റൂഇയ്യത്തു തർഖിയഹ് ബി കിതാബില്ലാഹി തആല, അല്ലാഹുവിന്റെ ഗ്രന്ഥം കൊണ്ട് റുഖിയ നടത്താം എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. വനഹ്വ മിമ്മാ സബത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനർ റുഖാ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ചികിത്സിക്കാം, മന്ത്രിക്കാം എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്നുള്ളത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് പറയണം. അപ്പൊ വളരെ വ്യക്തമാണ്. മാത്രമല്ല, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസർ തന്നെ, ആ അസറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അസർ എന്താ വെച്ചാല്, നിങ്ങൾക്ക് ശമനം നൽകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ആ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക. അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ആ ഹദീസിൽ തന്നെ അത് കാണാം. അദ്ദേഹത്തിൽ വന്നിട്ടുള്ള ഒരു അസറാണത്, സഹീഹായിട്ട് അദ്ദേഹത്തിൽ വന്നിട്ടുള്ള ഒരു അസറിൽ കാണാം, അലൈക്കും ബിശ്ശിഫാഇനി, രണ്ട് ശമനങ്ങളുണ്ട്, രണ്ട് ശമനത്തിന്റെ മാർഗങ്ങൾ, രോഗം സുഖപ്പെടുത്താനുള്ള രണ്ട് മാർഗങ്ങൾ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ഒന്ന് അൽ അസൽ, തേനും, വൽ ഖുർആൻ, മറ്റൊന്ന് ഖുർആനും. അപ്പൊ ഖുർആൻ എന്നുള്ളത് രോഗം സുഖപ്പെടുത്താനുള്ള ഒരു ശമന മാർഗമാണ്. അപ്പൊ ഏറ്റവും വലിയ ഖുർആൻ തെറാപ്പി എന്നാ പറയുന്നത്, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാം എന്നാ പറയുന്നത്. ആര്? മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ ഖുറാഫി അദ്ദേഹമായിരിക്കും, ഏറ്റവും വലിയ ഖുറാഫി. അപ്പൊ അദ്ദേഹത്തിന്റെ സഹീഹായിട്ടുള്ള അസറാണിത്. രണ്ട് ശമന മാർഗങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം, ഒന്ന് തേനും മറ്റൊന്ന് ഖുർആനും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഖുർആൻ ശിഫയാകുന്നു? ഖുർആൻ ശിഫയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ചില ആയത്തുകളുണ്ട്. ഇസ്രായേൽ 82-ാമത്തെ ആയത്ത്, അങ്ങനെയുള്ള ചില ആയത്തുകൾ അതിൽ കാണാം, ഖുർആൻ എന്നുള്ളത് ഷിഫാഉൻ, ഖുർആൻ ഒരു ഷിഫ ആണ്, ഒരു ശമന മാർഗമാണ്, അതേപോലെ തന്നെ ലോകത്തിനുള്ള കാരുണ്യവുമാണ്. ഈ ആയത്തിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാല്, ഇതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവർ പരിഹസിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനാണ്? അള്ളാന്റെ കലാമിനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഖുർആൻ ഷിഫയാണ്, റഹ്മത്താണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനത്തെ സലഫികളായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്, ഒന്ന് സാദുൽ മസീറിൽ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, 3 വ്യാഖ്യാനങ്ങളാണ് അതിനുള്ളത്. ഖുർആൻ ഷിഫയാണ് എന്നുള്ളതിന് 3 വ്യാഖ്യാനങ്ങൾ. അതിൽ രണ്ടാമത്തെ വ്യാഖ്യാനമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒന്ന് ഷിഫാഉ മിനസ് സഖമി, രോഗത്തിനുള്ള ഷിഫയാണ് ഇത് ഖുർആൻ, ലിമാ ഫീഹി മിനൽ ബർക്ക, അതിലെന്തുണ്ട്? ബർക്കത്തുള്ളത് കൊണ്ട് രോഗത്തിന്റെ ശമനമാണ് ഇത് ഖുർആൻ. അപ്പൊ ഈ ഷിഫ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട്, ഖുർആൻ ഷിഫയാണ്, അതിനെ വ്യാഖ്യാനിച്ചിട്ട് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് 3 വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. ഒരു വ്യാഖ്യാനം എന്താ? ഖുർആൻ രോഗത്തിനുള്ള ഷിഫയാണ്. ഇതേപോലെ തന്നെ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീർ എന്ന അദ്ദേഹത്തിന്റെ തഫ്സീർ ഉണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, 2 അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ളത്. ഒന്ന്, ഖുർആൻ എന്നുള്ളത് മനുഷ്യരുടെ മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഷിഫയാണ്. ആ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സിലുള്ള ശക്കുകള്, രീബുകള്, ഇതിനൊക്കെയുള്ള അജ്ഞത, ഇതിനൊക്കെയുള്ള ശമനാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അന്നഹു ഷിഫ മിനൽ അംറാദ്, അംറാദ്,
രോഗങ്ങൾക്കുള്ള ശമനമാണ്, ശിഫയാണ്, മരുന്നാണ്, ചികിത്സയാണ്. ശിഫ എന്ന് പറഞ്ഞാൽ ചികിത്സ തന്നെ, ചികിത്സയാണ് ഇത് ഖുർആൻ. മിനൽ അംറാദി ലാഹിറ, ലാഹിറായിട്ടുള്ള രോഗങ്ങൾക്ക് തന്നെ ബിർറുഖാ വത്തഅവ്വുദി വനഹ്വി ദാലിക. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് പ്രത്യക്ഷമായ രോഗങ്ങൾ തന്നെ മനുഷ്യനുണ്ടാകും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്ത്, അതേപോലെ തന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ള തേള് കടിച്ച സംഭവം, ഇതൊക്കെ അവര് ഖുർആൻ ഓതിയിട്ട് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോ ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പ്രത്യക്ഷമായിട്ടുള്ള മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതിന് ശിഫയാണ് ഖുർആൻ. അത് മന്ത്രിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട്. ഇത് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയണം. ഇതൊക്കെ ഈ ആയത്തിന്റെ വ്യാഖ്യാനാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മന്ത്രത്തെ എതിർക്കുന്ന ആളുകൾ, മന്ത്രവാദത്തിന്റെ പേരിൽ സ്റ്റേജ് കെട്ടി ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ എതിർക്കുന്നവർ, അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് നവയാഥാസ്ഥികരെന്ന് രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കളും വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇതിനെ മൗനം പാലിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്? ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടിന് എതിരാണ്. ഈ ഖുർആനിന്റെ ആയത്തിന് മുഫസ്സിരീങ്ങൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ ഷൻഖീത്തി, അലാമത്തു ഷൻഖീത്തി, ആധുനിക പണ്ഡിതനായ അദ്ദേഹത്തിന്റെ തഫ്സീർ ഉണ്ട്, അദ്വാഉൽ ബയാൻ എന്ന തഫ്സീർ. ആ തഫ്സീറിൽ അദ്ദേഹം ഹദീസിൽ വന്ന സംഭവം ഉദ്ധരിച്ചിട്ട് ഇത് തെളിവാക്കുന്നുണ്ട് ഈ ആയത്ത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഇത് ഷിഫയാണ് എന്ന് പറഞ്ഞത് രണ്ട് വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ട് പറയുന്നു. വകൗനുഹു ഷിഫ, ഇതെങ്ങനെയാണ് ഷിഫ ആയിത്തീരുന്നത്? ഷിഫയാണ് ലിൽ അജ്സാമി, ശരീരത്തിന് ശിഫയാണ്. ഇതാ റഖ അലൈഹാ ബിഹി, ഈ ഖുർആൻ ഓതിക്കൊണ്ട് മന്ത്രിക്കുകയാണെങ്കിൽ ഇത് ആ ശരീരത്തിലുള്ള രോഗത്തിന് ശിഫയാണ്. കമാ തദുല്ലഹു ഖിസ്സത്തുല്ലദി റഖ റജുൽ അല്ലദി ബിൽ ഫാത്തിഹ, തേള് കുത്തിയ വിഷബാധ ഏറ്റ ഒരാൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ച സംഭവം പോലെ. വഹുവ സ്വഹീഹത്തുൻ മഷ്ഹൂറ, അത് സ്വഹീഹാണല്ലോ, പ്രസിദ്ധമാണല്ലോ. അതേപോലെ തന്നെ ശമനമാണേത്, അതേപോലെ ശമനമാണ് ഖുർആൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇത് മാത്രല്ല, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തഫ്സീറുണ്ട്. അദ്ദേഹത്തിന്റെ തഫ്സീറാണ് ബദാഇഉ തഫ്സീർ, അദ്ദേഹത്തിന്റെ തഫ്സീറാണ്. ആ തഫ്സീറില് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട്, സൂറത്ത് ഫുർഖാനിലെ അവസാനത്തെ ആയത്ത്. ഇത് വഖാല റസൂലു യാ റബ്ബിന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വിലപിക്കുന്നുണ്ടല്ലോ, എന്റെ സമൂഹം, എന്റെ ജനത ഈ ഖുർആനെ എന്താക്കി? മഹ്ജൂറാക്കി. അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു വ്യാഖ്യാനം എന്താ അറിയോ? വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഖുർആൻ ഉപയോഗിച്ച് ഖുർആൻ കൊണ്ട് രോഗശമനത്തിന് തേടാതിരിക്കൽ എന്താണ് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുന്ന. കാരണം എന്താ? ഇതിൽ നിന്ന് വിട്ടാൽ അവർ ചെല്ലുന്നത് വേറെ ശിർക്കിലേക്കായിരിക്കും. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, അദ്ദേഹം പറയുന്ന കാര്യം ഹജറുൽ ഇസ്തിഷ്ഫാഇ വത്തദാവി ബിഹി, ഖുർആൻ കൊണ്ട് ചികിത്സിക്കുന്നതും പിന്നെ ഖുർആൻ കൊണ്ട് ശമനം തേടുന്നതും വെടിയുക, അത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. ഫി ജമീ അംറാദിൽ കൽബി, അദ്ദേഹം പറയാണ്. ഇങ്ങനെ ഇതൊഴിവാക്കിയാൽ പിന്നെന്താ ചെയ്യാ? അതല്ലാത്ത മാർഗങ്ങള് ഒരാൾ സ്വീകരിക്കും. അപ്പൊ അയാൾ ഖുർആനെ ഒഴിവാക്കിയവനായി, ഉപേക്ഷിച്ചവനായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ആർക്ക് കൂടി ബാധകമാണ്? ഖുർആന് ശിഫയാണ്, അതിനെ അവഗണിച്ച ആളുകളാണ് ഈ ആളുകള്. ഖുർആൻ യഥാർത്ഥത്തിൽ അവരുടെ രോഗങ്ങൾക്കുള്ള മന്ത്രമാണ്, അതിനവരെ അവഗണിച്ചു എന്നുള്ളതാണ് അതിന്റെ വ്യാഖ്യാനങ്ങളിൽപ്പെട്ട ഒരു വ്യാഖ്യാനം എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ തഫ്സീറിൽ പറയണം. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്താ? ഇത്രയും പറഞ്ഞത് എന്താ വെച്ചാല്, ഇത് പിന്നെ ഖുർആൻ ആയത്തിന്റെ തഫ്സീറാണത്. ഇത്രയും പറഞ്ഞ സംഗതികൾ ഇതിനൊക്കെയാണ് ഇവർ നിഷേധിക്കുന്നത്. ഇതിനൊക്കെയാണ് ഖുറാഫാത്താണ്, അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്, നവയാഥാസ്ഥികതയാണ്. നമ്മൾ നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് ആഘോഷിക്കുമ്പോൾ ഇതൊന്നും പറയാൻ പാടില്ല. ഇതൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും അതിനെ അവര് കൂട്ടിമാറ്റി അതിനെ ദുർവ്യാഖ്യാനിക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പിന്നെ ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ വേറെയും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മൾ സമയത്തിന്റെ കുറവ് മൂലം അത് ഇതിലേക്ക് കൂടുതൽ വിശദീകരിച്ചു പോകുന്നില്ല. അപ്പോ ഇതാണ് എന്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അസറിലുള്ളത്. 2 ശമന മാർഗങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. അതിലൊന്ന് ഖുർആനാണ്, മറ്റൊന്ന് തേനാണ്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചികിത്സിച്ചിരുന്ന ചില
പിന്നെ രീതികള് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്നുൽ ഖയ്യിമിന്റെ തഫ്സീറിന്റെ പേര് ബദായിഉൽ ഫവായിദ്. ബദായി തഫ്സീറാണ്. ഫവായിദ് അതിൽ നോക്കാം. എന്താണെങ്കിലും തഫ്സീറിന്റെ പേര് ബദായിഉൽ ഫവായിദ് എന്നാ. ഓക്കെ. അപ്പോ ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിട്ടുള്ള ചില രീതികൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കേവലം ചില പ്രാർത്ഥനകളായിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിനെ തള്ളിക്കളയാൻ പറ്റുകയില്ല. ഇനി അതിന്റെ ചില രീതികൾ നിങ്ങൾ നോക്കൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന രീതി ഹദീസുകളില്, ബുഖാരി അതേപോലെ തന്നെ മറ്റുള്ള ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദഷ്തക അൽ ഇൻസാനു അശ്ശൈഉ മിൻ, ഒരു മനുഷ്യന് വല്ല രോഗവും ബാധിച്ചാൽ, ഔ കാനത്ത് ബിഹി ഖർഹത്തുൻ ഔ ജുർഹുൻ, അല്ലെങ്കിൽ മുറിവുകള്, ആ രൂപത്തിലുള്ള വ്രണങ്ങള്, ആ രൂപത്തിലുള്ള കുരുക്കുകൾ, പിന്നെ കുരു, ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ രൂപത്തിലുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം പറയുന്നത്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഇസ്ബഇഹി ഹക്കദ വവളഅ സുഫിയാനു സബ്ബാബതഹു ബിൽ അർളി. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സന്ദർഭത്തിൽ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെ വല്ല രോഗമോ അല്ലെങ്കിൽ മുറിവുകള്, വ്രണങ്ങള് ഇതൊക്കെ ബാധിച്ചാൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ചൂണ്ടുവിരൽ നിലത്ത് ഇങ്ങനെ കുത്തി കാണിച്ചു കൊടുത്തു. സുമ്മ റഫഅഹ, പിന്നെ ആ വിരൽ ഉയർത്തി. എന്നിട്ട് ബിസ്മില്ലാഹി തുർബത്തു അർളിന ബരീഖത്തി ബഅലിന ലിയുസ്ഫാ ബിഹി സഖീമുന ബിഇദ്നി റബ്ബിന, ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ളത്. ബിസ്മില്ലാഹി തുർബത്തു അർളിന ബരീഖത്തി ബഅലിന ലിയുസ്ഫാ ബിഹി സഖീമുന ബിഇദ്നി റബ്ബിന. ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖാരി വേറെ ചില രൂപത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ വെച്ചാല്, വമഅനൽ ഹദീസി, ഈ ഹദീസിന്റെ അർത്ഥം അന്നഹു യഖുദു മിൻ ദീഖി നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ചൂണ്ടുവിരൽ വായിലിടും, എന്നിട്ട് ഉമിനീരാക്കും. ഇതൊക്കെ മന്ത്രത്തിന്റെ രീതിയാണ്. ഇനി ഇവർ ഈ ഹദീസിന് എന്താ ചെയ്യാ? ഇതിന് ഖുറാഫാത്താണെന്ന് പറഞ്ഞാല്, ഈ ബുഖാരി മുത്തഫഖുൻ, ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ലോക മുസ്ലിങ്ങളുടെ രണ്ടാമത്തെ പ്രമാണം മുത്തഫഖുൻ അലഹിയായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ബുഖാരിയാണ്, മുസ്ലിമാണ്. മുത്തഫഖുൻ അലഹിയായിട്ടുള്ള ഹദീസുകളാണ്. ഇത് വന്നിട്ടുള്ളത് ബുഖാരിയിലും മുസ്ലിമിലുമാണ്. മുസ്ലിമില് ഇങ്ങനെ തന്നെ വന്നു, ബുഖാരിയിൽ ചില റിവായത്തുകളുടെ വേറെ രൂപത്തിലും വന്നു, വേറെ ഹദീസുകൾ ഇത് വന്നിട്ടുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള മുറിവുകൾ, വ്രണങ്ങൾ ചികിത്സിക്കുന്ന സന്ദർഭത്തിൽ വായിൽ വിരലിടും, ചൂണ്ടുവിരൽ വായിലേക്ക് പ്രവേശിപ്പിക്കും, എന്നിട്ട് ഉമിനീരാക്കും. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഉമിനീരാക്കിയതിന് ശേഷം സുമ്മ യളൗഹാ അല തുറാബി, എന്നിട്ട് അത് മണ്ണിൽ വെക്കും. ഫയൽഅഖു ബിഹാ മിൻഹു ശൈഉൻ, അങ്ങനെ ആ മണ്ണ് കുറച്ച് മണ്ണ് അതിൽ പൊറ്റിപ്പിടിക്കും. ഫയംസഹു ബിഹി അലൽ മൗദിഇൽ ജരീഹി അവിൽ അലീലി, എന്നിട്ട് എവിടെയാണോ മുറിവുകൾ ഉള്ളത് ശരീരത്തിൽ, എവിടെയാണോ വ്രണങ്ങൾ ഉള്ളത്, ആ ഭാഗത്ത് ഈ വിരൽ വെച്ചിട്ട്, വിരൽ കൊണ്ട്, ചൂണ്ടുവിരൽ കൊണ്ട് ആ മുറിവ് ഇങ്ങനെ തടവും. വയഖൂലു ഹാദൽ കലാമു ഫി ഹാലിൽ മസി, എന്നിട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹി തുർബത്തു അർളിന ബിരീഖത്തി വഅലിന ലിയുസ്ഫാ ബിഹി സഖീമുന ബിഇദ്നി റബ്ബിന, ഈ ദുആ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, ഈ ഇതിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. അപ്പോ ബുഖാരി ഖുറാഫിയാവും, മുസ്ലിമും ഖുറാഫിയാവും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസിൽ അവര് നിഷേധിക്കേണ്ടി വരും. ഇന്നിപ്പോ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളൊന്നല്ല പേർക്ക്. അനസകഥ ഈ മന്ത്രവാദത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറയുടെ ഹദീസിനൊക്കെ പരിഹസിച്ച് കളിയാക്കി ചിരിച്ച് കൂത്താടിയിട്ടാണ് ആ വേദിയിൽ നിന്ന് വിട്ടുപോകുന്നത്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ ഇപ്പൊ ഈ ഹസീനയുമായി മരണപ്പെട്ട് നടന്നൊരു ക്യാമ്പയിൻ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സ്ത്രീയുടെ മന്ത്രവാദത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ പേരിൽ ആ പരിപാടിയിൽ പോലും ഈ ഹദീസുകൾ അങ്ങനെ പരിഹസിച്ചിരിക്കുക. അപ്പൊ ഈ ഹദീസ് എന്താ ചെയ്യാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ചികിത്സിച്ചിരുന്നു. ഇത് ഖുറാഫത്താണെന്ന് പറയാനും മുസ്ലിമിന് സാധിക്കും. അല്ലാണ്ട് റസൂൽ ചെയ്തൊരു കാര്യം. ഇനി ഇത് നബിക്ക് ഖാസാണെന്ന് പറയാൻ പറ്റുമോ? ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് മദീനത്തെ ഭൂമിക്ക് മാത്രം ഖാസാണ്,
എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതേപോലെ തന്നെ ലജ്നത്ത് ദായിമയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അതേപോലെ തന്നെ ഷേഖ് ഉസൈമീനോടൊക്കെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞെന്താ വെച്ചാല് ഇത് മദീനത്തെ മണ്ണിന് മാത്രം ബാധകമായതല്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ബാധകമായതല്ല എന്നുള്ളത് എല്ലാവരും ഫത്വ നൽകിയിട്ടുണ്ട്. കാരണം അങ്ങനെ വ്യാഖ്യാനിക്കും ചിലപ്പോ. അതൊക്കെ എന്ത് പറഞ്ഞാലും അങ്ങനെയുള്ള അതൊക്കെ നബിന്റെ മുഅ്ജിസത്ത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതെന്ന് വെച്ചാല് ഖാല ജുംഹൂറുൽ ഉലമായി, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഉലമാക്കളും പറഞ്ഞത് അൽ മുറാദു ബി അർളിന ഹുന ജുംലത്തുൽ അർളി, മദീന മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഇത് ചെയ്യാം എന്നാണ് ഇമാം നവവി പറഞ്ഞത്. അതാണ് ജുംഹൂറിന്റെ അഭിപ്രായം. അപ്പൊ ഇത് നബിക്ക് മാത്രം മദീനത്ത് മാത്രം ഖാസാക്കാൻ പറ്റൂല, ഇതൊരു ചികിത്സാ രീതിയാണ്. ഇനി ബുഖാരിയിലെ മുസ്ലിമിനെ ഹദീസിനെ തള്ളാൻ പറ്റുമോ? നമ്മൾ സിഹറിന്റെ ഹദീസിനെ തോട്ടുക്ക് വലിച്ചെറിയണം അത് പറഞ്ഞതിന് എതിർത്ത ആളുകളാണല്ലോ നമ്മള്. എന്നിട്ട് ഇത്തരത്തിലുള്ള ഹദീസുകളെ നമ്മൾ മൂടി വെക്കെ. ലജ്നത്ത് ദായിമയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, ഇത് നബിക്ക് മാത്രം ഖാസാണോ? അവരതിന് കൊടുത്ത മറുപടി എന്താ വെച്ചാല് ഹാദൽ ഹദീസു അലാ ളാഹിരിഹി, ഈ ഹദീസിന് അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. വഹുവാൻ യഅമിദ റാഖി, മന്ത്രിക്കുന്നവൻ ഇല ബല്ലി എന്ത് ചെയ്യണം? അവൻ അവന്റെ ചൂണ്ടുവിരൽ നനക്കണം, സ്വന്തം വായിൽ ഉള്ള ഉമിനീര് കൊണ്ട് നനക്കണം. സുമ്മ യമുസു ബിഹാ തുറാബ്, പിന്നെ മണ്ണിൽ വെക്കണം. സുമ എംസഹു, പിന്നെ അവൻ തടവണം തന്റെ വിരലുകളെ വേദനയുള്ള ഭാഗത്ത്. ഈ ദുആ ചൊല്ലിക്കണ്ട് അവൻ, ഇത് മന്ത്രത്തിന്റെ രീതിയാണ്, അവൻ തടവണം. ഇതിപ്പോ ലജ്നത്ത് ദായിമന്റെ ഫത്വയിലുള്ളതാണ്. ലോകത്തുള്ള എല്ലാവരും അന്ധവിശ്വാസികളാണ്. നമ്മളെ കേരളത്തിൽ ഒരു ഇട്ടാവട്ടത്തിലുള്ള ആളുകൾ മാത്രം 100% പ്യുവർ സലഫികളും. ആലോചിച്ച് നോക്കുങ്ങള്. എന്നിട്ട് അവര് പറയുന്നത് എന്താ വെച്ചാല് വഅക്സറുൽ ഉലമായി, പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷം ആളുകളും അല അന്ന ഹാദിഹി സിഫ ആമ്മ ലികുല്ലി റാക്കിൻ, എല്ലാ റാക്കിക്കും ഇത് ബാധകമാണ്, ഇങ്ങനെ ചെയ്യാം, മന്ത്രിക്കുന്ന ഏതൊരാൾക്കും. വലിക്കുല്ലി അർലിൻ, അത് ഏത് നാട്ടിലാണെങ്കിലും അത് ചെയ്യാം. വദഹബ ബഅദുഹും, ചില ആളുകൾ പോയിട്ടുണ്ട് ഇല അന്ന ദാലിക മഖ്സൂസും ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസാണ്. വബി അർളിൽ മദീന, മദീനത്തെ മണ്ണിന് മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വസ്സഹീഹു, ഏറ്റവും സ്വഹീഹായത് ഹുവൽ അവ്വൽ, അത് ഒന്നാമത്തെ അഭിപ്രായമാണ്. ലിഅദമിൽ മുഖസ്സസ്, അത് നബിക്ക് മാത്രം ബാധകമാണ്, മദീനത്ത് മാത്രം ബാധകമാണ് എന്ന് പറയാൻ പറ്റൂല എന്നുള്ളത് ലജ്നന്റെ ഫത്വയാണ്. ബക്കർ അബു സെയ്ദ്, സ്വാലിഹ് അൽ ഫൗസാൻ, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, അബ്ദുല്ലാഹിബിൻ ബാസ് ഇവരൊക്കെ കൊടുത്തിട്ടുള്ള ഫത്വയാണ്. ഇത് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, നമ്മൾ അതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിരുന്ന ഒരു മന്ത്രത്തിന്റെ രീതി ഇതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചിട്ടുള്ള വേറെ ചില ഹദീസുകൾ, അതിന്റെ രീതി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിച്ചു കൊണ്ടിരിക്കണം. ആ സന്ദർഭത്തിൽ നിസ്കാരത്തിൽ സുജൂദിൽ എന്ത് ചെയ്തു? ഒരു തേള് നബിയെ കുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് എടുത്തിട്ട് അതിനെ കൊന്നു. എന്നിട്ട് നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഅന അല്ലാഹുൽ അഖറബ്, ഈ തേളിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ലാ തദഅ മുസല്ലിയൻ വലാ ഗൈരി ഔ നബിയൻ വലാ ഗൈരി, നിസ്കരിക്കുന്ന ആളെ പോലും ഈ തേള് വെറുതെ വിടുന്നില്ലല്ലോ. ഒരു നബിയെ പോലും, നബിയെയോ അല്ലാത്തവരെയോ നിസ്കരിക്കുന്നവനെ അല്ലാതെ എന്നൊന്നും ഈ തേള് നോക്കുന്നില്ല. വല്ലാത്തൊരു തേൾ തന്നെയാണ്. ഈ തേള് വെറുതെ വിടുന്നില്ലല്ലോ. ഈ തേളിനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്നിട്ട് സുമ്മദ ബിമിൽഹിൻ വമായിൻ, എന്നിട്ട് കുറച്ച് ഉപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വമായിൻ, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഫജഅലഹു ഫീ ഇനാഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു പാത്രത്തിൽ കൊണ്ടുവന്നു. സുമ്മ ജഅല യസുബ്ബുഹു അലാ ഇസ്ബ ഐസുലദ, എന്നിട്ട് എന്ത് ചെയ്തു? ആ ഉപ്പ് കലക്കിയ വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തേള് കടിച്ച ആ ഭാഗത്ത് അതിങ്ങനെ ഒഴിച്ചു. വയംസഹുഹാ വയുഅവ്വിദുഹാ ബിൽ മുഅവ്വിദതൈനി, എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ആ ഭാഗത്ത് ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. വയുഅവ്വിദുഹാ ബിൽ മുഅവ്വിദതൈനി, എന്നിട്ട് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും അതിങ്ങനെ ഓതി ആ വെള്ളം ഇങ്ങനെ ഒഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുറിവ് തേള് കടിച്ച ഭാഗം ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു. ഇത് ഷെയ്ഖ് അൽബാനിക്ക് അത് സ്വഹീഹാക്കിയിട്ടുണ്ട്. മുസന്നഫിൽ ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രീതികളാണ്. അപ്പോ
ഇതിന് യഥാർത്ഥത്തില് ഇതൊക്കെ സ്വഹീഹായിട്ട് വന്നിട്ടുള്ള ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള രീതികളാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നിട്ട് മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളെയും നിഷേധിക്കുക, എല്ലാ ഹദീസുകളെയും തള്ളിക്കളയാം. ഇനി ഒരു സംഭവം കൂടി നമ്മൾ ഒന്ന് ഉദ്ധരിച്ചിട്ട് ബാക്കി വിഷയങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളത് പറയും. അതിലെന്താ വെച്ചാല് ഫാത്തിഹ ഓതി മന്ത്രിച്ച ഒരു സംഭവം ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ട് വന്നതാണ്. രണ്ട് സംഭവങ്ങൾ അങ്ങനെ കാണാം. ഒന്ന്, ഭ്രാന്ത് ബാധിച്ച ഒരാളെ സ്വഹാബികള് മന്ത്രിച്ചിട്ടുണ്ട്, ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചിട്ടുണ്ട്, ആ ഭ്രാന്ത് സുഖപ്പെട്ടിട്ടുണ്ട്. കാരണം അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം മുഅ്ജിസത്താണ് എന്നുള്ള രീതിയിലാണ് ഈ ആളുകൾ സംസാരിക്കാറുള്ളത്. അതിലൊരു ഹദീസ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ സ്വഹാബികൾ ഒരു യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഒരു അറബ് ഗോത്രത്തിന്റെ അടുത്തെത്തി. ഞങ്ങളെ കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ അനുവദിക്കണം എന്ന് അവരോട് പറഞ്ഞെങ്കിലും അവരതിനെ അനുവദിച്ചില്ല, അവർ ആതിഥ്യം കൊടുത്തില്ല. ആ സന്ദർഭത്തില് ഫലുദിഅ സയ്യിദു ദാലിക്കൽ ഹയ്യ്, ആ ഗോത്രത്തിലെ സയ്യിദിനെ ലുദിഅ, തേള് കുത്തി. ലുദിഅ, തേള് കുത്തി. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത് തേൾ എന്നുള്ള വ്യാഖ്യാനം കാണാൻ സാധിക്കും. തേള് കുത്തി സയ്യിദ്, ആ ഗോത്രത്തിന്റെ നേതാവിനെ. അവര് പലതും ചെയ്തു നോക്കി ആ വേദന ശമിപ്പിക്കാൻ, പക്ഷെ ഒന്നുകൊണ്ടും അയാൾക്ക് സുഖം ലഭിച്ചില്ല. അങ്ങനെ അവര് പറഞ്ഞു, കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവരോട് പോയിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം, അവരുടെ അടുത്ത് ചിലപ്പോൾ വല്ലതുണ്ടാകും. അങ്ങനെ അവരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഫഹൽ ഇൻദഅഹദിൻ മിൻകും മിൻ ഷൈഇൻ, ഇത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, തേള് കുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് വല്ല മരുന്നുണ്ടോ? ഫഖാല ബഅദുഹും, അവർ ഇസ്ലാം പറഞ്ഞു, നഅം വല്ലാഹി ഇന്നി ലാർക്കി, അതെ ഞാൻ മന്ത്രിക്കാറുണ്ട്, ഇതാണ് അവരുടെ അടുത്തുള്ള മരുന്ന്, വേറൊന്നുമില്ല, എനിക്ക് മന്ത്രിക്കാൻ അറിയാം, അതിൽ ചില ആളുകൾ പറഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു എന്താ വെച്ചാൽ, പക്ഷെ വെറുതെ മന്ത്രിച്ചു തരൂല, എന്ത് ചെയ്യണം, ഹത്താ തജഅലു ലനാ ജുഅലൻ, ഞങ്ങൾക്ക് പ്രതിഫലം നിശ്ചയിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. പ്രതിഫലം ഇത്ര നിശ്ചയിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്തു തരാം, മന്ത്രിച്ചു തരാം. അങ്ങനെ ഒരു പ്രതിഫലം നിശ്ചയിച്ചു. ഫസ്വാലഹൂഹും അല ഖത്തീഇൻ മിനൽ ഗനമി, ഖത്തീഇൻ മിനൽ ഗനമി പറഞ്ഞാൽ കുറച്ച് ആളുകളെ കൊടുക്കാം, ആളുകളെ പ്രതിഫലമായിട്ട് തരാം. വേറെ റിവായത്തിൽ വന്നിട്ടുള്ളത് 30 ആളുകളെ പ്രതിഫലമായിട്ട് നിശ്ചയിച്ചു. ഇത് മന്ത്രിച്ചു കൊടുക്കുന്നതിന് 30 ആളുകളെ പ്രതിഫലം. മന്ത്രം തന്നെ പറയാൻ പാടില്ലെന്ന്, പിന്നെന്താ മന്ത്രത്തിന് പ്രതിഫലം വാങ്ങുന്നത്? മന്ത്രം തന്നെ പറഞ്ഞാലും സംഘടനയിൽ നിന്ന് ഔട്ടാണ്, കളവറിയല്ല, അനുഭവമുള്ള ആളുകളുണ്ട്, ഇത് പറയാൻ പാടില്ല. അടുത്ത മെമ്പർഷിപ്പ് അടുത്ത ഭാരവാഹികളെ കൂട്ടത്തിലൊന്നും ആവാൻ വരില്ല. അതിങ്ങനെ പച്ചക്ക് പറഞ്ഞാൽ, നബിന്റെ ഹദീസ് ഇങ്ങനെ പറഞ്ഞാൽ അവൻ മെമ്പർഷിപ്പിന് അല്ല ഭാരവാഹി സ്ഥാനത്തിന് യോഗ്യനല്ല എന്നുള്ളതാണ് പുതിയ ഭരണഘടനാ നിയമം. ആ രൂപത്തിലേക്കാണ് കേരളത്തിലെ സലഫി സംഘടനകൾ എന്ന ബാനറിലുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, കുനൂത്ത് പാടില്ല, സംഘടന തീരുമാനിച്ചിട്ട്. എന്താ സംഘടന തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് തൽക്കാലത്തിന് ഓതണ്ട, സംഘടന തീരുമാനം വരട്ടെ എന്നുള്ളതാണ്. ഒരു നൂറ്റാണ്ടായി ഇപ്പോഴും സംഘടന തീരുമാനം വന്നിട്ടില്ല. അതായിരിക്കും വലിയ ആള് പറഞ്ഞത് അല്ലെ, 2 വയസ്സായ കുട്ടിക്ക് 2 പത്തിരി കൊടുക്കുന്നതിന് വരെ 6 പത്തിരി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കുവൈത്തിലുള്ള ഒരാൾ പ്രസംഗിച്ചത് നമ്മൾ ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോ. 2 വയസ്സുള്ള കുട്ടിക്ക് 2 പത്തിരി അല്ലേ കൊടുക്കേണ്ടി, 10 പത്തിരി കൊടുക്കാൻ പറ്റുമോ? അതേപോലെയാണ് ഇപ്പൊ നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്നത്. കേരളത്തിലെ സാഹചര്യം പാകപ്പെട്ടിട്ടില്ല അല്ലെ. 10-20 കൊല്ലം മുമ്പ് ജമാഅത്തേര് നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ മടവൂരികൾ പറഞ്ഞത്, പിന്നെ ഇപ്പൊ പറയുന്നത് കുവൈത്ത് നിന്നാണ് ലേറ്റസ്റ്റ്. എന്താണെങ്കിലും അവര് പറഞ്ഞു പ്രതിഫലം നിശ്ചയിക്കാൻ 30 ആളുകളെ പ്രതിഫലം നിശ്ചയിച്ചു. അത് വേറെ റിവായത്തിൽ വന്നതാണ്. അങ്ങനെ ഇദ്ദേഹം ചെന്നു, ഫൻത്വലക ചെന്നു, യത്ഫിലു അലൈഹി, എന്നിട്ട് എന്താ ചെയ്തറിയോ, രോഗം അയാള് പിന്നെ കുത്തേറ്റ ഭാഗത്ത് അയാൾ എന്ത് ചെയ്തു, യത്ഫിലു അലൈഹി, അയാള് ഉമിനീര് തെറിപ്പിച്ചുകൊണ്ട് ഓതി വയഖറഉ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ മന്ത്രിച്ചു കൊടുത്തതോടുകൂടി ഫകഅന്നമാ നുശിത മിൻ ഇഖാലിൻ, അയാൾക്ക് ഒരു രോഗമില്ലാത്തതുപോലെ, അയാള് ഉറക്കത്തുനിന്ന് ഉണർന്നതുപോലെ പ്രശ്നമില്ലാത്തതുപോലെ, അയാൾ ഉന്മേഷവാനായിട്ട് അയാൾ എണീറ്റ് പോയി. ഖലബ, അയാൾക്ക് അങ്ങനെ രോഗം തന്നെ ബാധിച്ചിട്ടില്ല. ഈ സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അതോടുകൂടിയിട്ട് അയാളുടെ രോഗം സുഖപ്പെട്ടു. ഇതാണിത് ചികിത്സയാണെന്ന് പറയുന്നത്. ഇത് ബുഖാരിയിൽ ഉള്ള റിവായത്താണ്. ഇനി ഇതിനെന്താ നമ്മൾ വിളിക്കുക? ഇങ്ങനെ
സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുത്തു. അയാളുടെ അസുഖം സുഖമായി. അയാൾ ഒരസുഖമില്ലാത്ത ആളെ പോലെ അയാൾ എണീറ്റ് പോയി എന്നുള്ളതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. വേറെ ചില റിവായത്തുകളിൽ കാണാം അയാളെ മന്ത്രിച്ചു കൊടുക്കുന്ന ആ രൂപം പറയുന്നിടത്ത് കാണാ ആ മന്ത്രിച്ചു കൊടുക്കുന്ന ആള് പറയുന്നത് എന്താ മന്ത്രിച്ചു കൊടുക്കുന്ന ആള് അയാളുടെ ഉമിനീരിങ്ങനെ കൂട്ടി അതുകൊണ്ട് ഇങ്ങനെ പാറ്റി തുപ്പി സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചു കൊടുത്തു എന്നാണ് വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത്. ആ 30 ആടിനെ കൊടുത്തു, അത് ഈ റിവായത്തിലുള്ളതല്ല, അത് വേറെ റിവായത്തിലുള്ളതാണ്. അപ്പൊ ആ റിവായത്തില് ഉള്ള വ്യത്യസ്തമായ പല റിവായത്തുകളിലും അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു റിവായത്തിലുള്ള ഇതാണ് വയജുമഉ അയാളെ ബുസാഖ് വയത്ഫീലു അയാളുടെ ഉമിനീരിങ്ങനെ ചേർത്ത് എന്നിട്ട് അയാൾ എന്ത് ചെയ്തു വയത്ഫീലു അതിങ്ങനെ പാറ്റി തുപ്പി ആണ് ഈ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചത്. ഫബറ അങ്ങനെ ആ രോഗം സുഖപ്പെട്ടു. കരാറ് പറഞ്ഞതുപോലെ പ്രതിഫലമായിട്ട് 30 ആടിനെ ഇവർ കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി അവർ പറഞ്ഞു നമുക്കിത് വീതിച്ചെടുക്കുന്നതിന്റെ മുമ്പ് പ്രവാചകനോട് പോയിട്ട് കാര്യം പറയാം. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ആ വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, അത് മന്ത്രം തന്നെയാണ്. എന്നിട്ട് എന്താ പറഞ്ഞാറ് ആ പ്രതിഫലത്തിൽ നിന്ന് ഒരു ഓഹരി എനിക്കും തന്നാലും. അങ്ങനെ ആ ഓഹരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങിച്ചു എന്നുള്ളതാണ്. അതിന്റെ വ്യാഖ്യാനം നമ്മളത് ഇൻഷാ അല്ലാഹ് നമ്മളത് വിഷയത്തിൽ വരുന്നുണ്ട്. പ്രതിഫലം വാങ്ങിയിട്ട് ചികിത്സിക്കാൻ പറ്റോ ഇല്ല എന്നുള്ളതിന്റെ ഇത് പറയുമ്പോൾ നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു സംഭവം. ഏത് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഇതൊരു ചികിത്സയായിട്ട് തന്നെയാണ് സഹാബികള് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ വന്നിട്ടുള്ളത് എന്ന് ഉള്ളത് ഈ ഹദീസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം. ഇതിൽ ഒരു സംഭവം കൂടി ഉള്ളത് ഇതേപോലെ തന്നെ സുനൻ അബൂദാവൂദിൽ നേരത്തെ ഉദ്ധരിച്ച ബുഖാരിയിലുള്ളത്. ഇനി അബൂദാവൂദിലുള്ള ഒരു സംഭവം അത് ഖാരിജത്ത് ബിൻ അബി സ്വൽത്ത് അദ്ദേഹത്തിന്റെ പിതൃവ്യനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഖാരിജത്ത് ബിൻ സ്വൽത്ത് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് മടങ്ങാണ്. അങ്ങനെ തിരിച്ചു പോരുന്നത് ചില അറബി ഗോത്രങ്ങൾക്കരികിലൂടെയാണ്. ഞങ്ങളെ കണ്ട സന്ദർഭത്തിൽ അവർ ഞങ്ങളോട് പറഞ്ഞു ഏറ്റവും ഖൈറുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് നിന്നാണല്ലോ നിങ്ങൾ വരുന്നത്, നിങ്ങളുടെ അടുക്കൽ വല്ല ദവാവും വല്ല മരുന്നുമുണ്ടോ ഔ റുഖിയ വല്ല മന്ത്രവുമുണ്ടോ എന്നവർ ചോദിച്ചു. എന്നിട്ട് അവരതിന് കാരണം പറയുന്നത് ഭ്രാന്തുള്ള ഒരാളെ ചെങ്ങലക്കിട്ടിട്ടുണ്ട്. ഹദീസിൽ തന്നെ കാണാം ഇൻദന മഅ്തുഹ ഫിൽ ഖുയൂദി ചങ്ങലകളിൽ ബന്ധിച്ചിട്ടുള്ള ഒരു ഭ്രാന്തൻ ഞങ്ങളിലുണ്ട്. ആ ഭ്രാന്തനെ ചികിത്സിക്കാൻ നിങ്ങളുടെ അടുത്ത് വല്ല മരുന്നും അല്ല റുഖ്യയും ഉണ്ടോ? അപ്പൊ ഭ്രാന്ത് ബാധിച്ച ഒരാളാണ്. ഖാല ഫഖുൽനാ നഅം അങ്ങനെ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഭ്രാന്തനെയും കൊണ്ടുവന്നു. എന്നിട്ട് ആ സഹാബി പറയുന്നു ഫഖറഅതു അലൈഹി ഫാത്തിഹത്തുൽ കിതാബി സലാസത അയ്യാമിൻ ഉദുവതൻ വഅശിയ്യ 3 ദിവസം രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഞാൻ മന്ത്രിച്ചു കൊടുത്തു. കുല്ലമാ ഖതംതുഹാ അജ്മഅ ബുസാഖി സുമ്മ അത്ഫലു ഓരോ തവണയും ഞാൻ എന്ത് ചെയ്യും എന്റെ തുപ്പലം അത് ശേഖരിക്കും, ഉമിനീരി ശേഖരിക്കും. സുമ്മ അത്ഫലു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ആ തുപ്പല് പാറ്റിക്കൊണ്ട് ഊതിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഞാൻ ഫാത്തിഹ ഓതിയത്. അപ്പൊ ഇത് റുഖിയന്റെ ഒരു ഭാഗമാണ്, ഇത് ഖുറാഫാത്തല്ല, ഹദീസിലുള്ളതാ. നേരത്തെ പറഞ്ഞതും ബുഖാരി ധരിച്ച ഹദീസിലുള്ളതാണ്. അങ്ങനെ 3 ദിവസം ഞാനത് ചെയ്തു, രാവിലെയും വൈകുന്നേരവും. അങ്ങനെ ഞാനത് ചെയ്തോട് കൂടിയിട്ട് എന്തായി അയാളുടെ ഭ്രാന്ത് സുഖപ്പെട്ടു. അവരെനിക്കതിന് പ്രതിഫലം തന്നു എന്നുള്ളത് ഈ റിവായത്തിലും കാണാം. ഇത് വേറെ സംഭവമാണ്, മറ്റത് വേറെ സംഭവമാണ്. ഇത് ഭ്രാന്തുള്ള ആളാണ്, മറ്റത് തേള് കടിച്ച സംഭവമാണ്. അപ്പൊ ഇങ്ങനെ എണ്ണമറ്റ ഹദീസുകൾ, 1 2 അല്ല, നിരവധി ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ച രീതികൾ നമുക്ക് ഹദീസുകളിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത് ഈ പറയുന്ന മന്ത്രങ്ങള് അപ്പൊ ഖുർആൻ കൊണ്ട് മന്ത്രിക്കാം, ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ അതേപോലെ തന്നെ മന്ത്രങ്ങൾ ഇതൊക്കെ ശർഈയാണ്. ഇതൊന്നും എന്തല്ല ശിർക്കിയല്ല, ബിദ്അയല്ല. ഇത് ഇസ്ലാം അനുവദിച്ചതാണ്. മന്ത്രവാദത്തിന്റെ പേരിൽ ഇതിനെ എതിർത്തിട്ട് ഒരു കാര്യമല്ല. അത് സലഫികൾ അത് അംഗീകരിക്കുന്നില്ല, അംഗീകരിച്ചിട്ടില്ല. ആ നിലപാട് നമുക്ക് ശരിയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്താ? പൂർവികരുടെ ആ മാർഗം, ആ മൻഹജ്,
അപ്പോ സലഫിയത്ത് എന്നുള്ളത് എന്തല്ല, അത് കുറെ ആൾക്കാരുടെ ഒരു പേരല്ല. അത് സലഫിയത്ത് എന്നുള്ളത് അതൊരു രീതിശാസ്ത്രമാണ്, ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ പേരാണത് സലഫിയത്ത് എന്നുള്ളത്. ആ മൻഹജ് അതൊരു നിലപാടാണ്. അപ്പൊ ആ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? മന്ത്രമുണ്ട്, ചില അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ച മന്ത്രങ്ങൾക്ക് ഷർത്ത് വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഹദീസിൽ വിശദീകരിച്ച രൂപത്തിലൊക്കെ മന്ത്രിച്ചിട്ടുണ്ട്, സ്വയം മന്ത്രിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവരോട് മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു സഹായമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് മന്ത്രിച്ച് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പല രീതികൾ അതിന് സ്വീകരിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് ഫാത്തി ഓതി മന്ത്രിച്ചിട്ടുണ്ട്, അങ്ങനെ രോഗം സുഖപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചികിത്സാ രീതി തന്നെയാണ്, ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ്. എന്നാൽ രോഗമുള്ള സന്ദർഭത്തിൽ മാത്രമല്ല റുഖ്യ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് പുണ്യമുള്ള ഒരു കാര്യമാണ് ഏത് സന്ദർഭത്തിലും. നേരത്തെ നമ്മൾ ആലു ഷെയ്ഖിൻ്റെത് നമ്മൾ ഉദ്ധരിച്ചു, നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് ഖുറാഫാത്തല്ല, അന്ധവിശ്വാസമല്ല, ഇത് നവയാഥാസ്ഥികതയല്ല. ഇതാണ് പ്യുവർ സലഫിയത്ത്. ഇതാണ് സലഫിയത്ത്, ഇതാണ് പ്രമാണങ്ങളിലുള്ളത്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരിക, ജനങ്ങൾക്ക് എന്താണ് ഹക്ക് ബാത്തിൽ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക, പ്രമാണങ്ങളെ മുന്നിൽ വെച്ചിട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന ചില സംശയങ്ങളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അടിയുമായി ബന്ധപ്പെട്ടത്, ഇതൊരു ജോലിയായി സ്വീകരിക്കുന്നത്, പാത്രത്തിൽ ഊതി കുടിക്കുന്നത്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണോ, അതേപോലെ തന്നെ ജിന്ന് ബാധ, അത് വേറെ തിരിച്ചറിയാൻ നബിക്കല്ലാതെ സാധിക്കുകയില്ല, ഇങ്ങനെയുള്ള ലോകത്താരും പറയാത്ത കുറെ പുതിയ വാദങ്ങൾ പലരും പറയുന്നുണ്ട്. അപ്പോ ഇത് എന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട് എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ഇതേ ദിവസം നമ്മൾ ഇതേ സമയത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. വിഷയങ്ങൾ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു യഥാർത്ഥത്തിലുള്ള വിശ്വാസം അഖീദ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അബദ്ധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതത്തിന്റെ അവസാനം വരെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.